ഗുഡ് ഈവനിങ്. നമ്മൾ ഹൈജീനിന്റെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ എൻവയോൺമെന്റ്, ഫാമിലി എൻവയോൺമെന്റ് ഒക്കെ കഴിഞ്ഞു. അതിന്റെ അടുത്തായിട്ടുള്ള ഒരു ഇതാണ് ന്യൂട്രീഷൻ എന്നുള്ളത്. അപ്പോൾ കുറച്ച് ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് നമ്മൾ വൈറ്റമിൻസ് പഠിക്കും. ആ വൈറ്റമിൻസിന്റെ മെയിൻ ആയിട്ട് അത് എന്ത് ഡിസീസാണ് കോസ് ചെയ്യുന്നത്, ആ ഒരു പോയിന്റ് മാത്രം അവിടെ മതി. പിന്നെ ചിലതിൽ നമ്മൾ കോമൺ ആയിട്ട് പറയണ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, അതിൻ്റെയൊക്കെ ഡെയിലി റിക്വയർമെന്റ് വേണം. പിന്നെ എന്താണ് വൈറ്റമിൻ എനെ കൊണ്ട് നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ സിംറ്റംസ് കിട്ടുക, അതേപോലെ കോമൺ ആയിട്ട് അത് ഏതിലാണ് കാണുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തിയറി ആയിട്ട് കുറച്ച് അധികം ഇതിൽ പറയുന്നുണ്ടെങ്കിൽ കൂടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു മൾട്ടിപ്പിൾ ചോയ്സ് വരുന്ന സമയത്ത് നമുക്കിതിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമേ ഇമ്പോർട്ടൻസ് വരാറുള്ളൂ. അല്ല പിന്നെ അതേപോലെ പാസ്ചറൈസേഷന്റെ ഭാഗത്ത് എവിടെയൊക്കെയാണ് നമ്മൾ ആ മെത്തേഡുകൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ഫുഡ് ബോൺ ഡിസീസ് ഏതൊക്കെയാണ്, മിൽക്ക് ബോൺ ഡിസീസ് ഏതൊക്കെയാണ്, ആ ഒരു രീതിയിലുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമേ ഇതിൽ എക്സാമിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ലോണം നമ്മൾ എൻവയോൺമെന്റ് ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ കുറച്ച് ഒരുപാടായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ മാക്സിമം പോയിന്റ്സ് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് അതിനൊരു ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് സയൻസ് ഓഫ് ഫുഡ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു ഹെൽത്ത്. നമുക്ക് എപ്പോഴെന്ന് വെച്ചാൽ ന്യൂട്രീഷൻ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഹെൽത്തിൽ നമ്മൾ ഈ ഫുഡിനെ എങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്യിക്കാം, അല്ലെങ്കിൽ അതിന് നമുക്ക് എങ്ങനെയൊക്കെ ഹെൽത്തുമായിട്ട് റിലേഷൻ കൊടുക്കാന്നുള്ളതാണ് നമ്മൾക്ക് ഈ ന്യൂട്രീഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. concerned primarily with part played by nutrients in body growth, development and maintenance. നമ്മുടെ ബോഡീന്റെ ഗ്രോത്തിന്, ഡെവലപ്മെന്റിന്, മെയിൻ്റെനൻസിനൊക്കെ നമ്മൾ ഈ ന്യൂട്രിയൻസിനെ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഇപ്പൊ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ കൂടുതലായിട്ടും ആൾക്കാരൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു ഒരു ഇതാണ് നമുക്ക് പറയാലോ, ഒരു എന്താ പറയാ, ഒരു സിലബസ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും അതിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു ഇതാണ് ഡയറ്റീഷ്യൻ എന്നുള്ളൊരു കോഴ്സ്. അപ്പൊ അതിൽ ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ദി ന്യൂട്രീഷൻ ഇൻക്ലൂഡ്സ് പ്ലാനിങ് ഓഫ് ദി മീൽസ് ഫോർ വെൽ ആൻഡ് സിക്ക്. രണ്ട് രീതിയിലും പറയുന്നുണ്ട്. ഒരു സിക്ക് ആയിട്ടുള്ള ആൾക്കും അതേപോലെ ഒരു വെല്ലായിട്ട് നിൽക്കുന്ന ആൾക്കും നമ്മൾ ഈ പ്രാക്ടിക്കലി എങ്ങനെയൊക്കെയാ നമ്മൾ ഈ ന്യൂട്രീഷന്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാറുള്ളത്. ഒരാൾ ഡയബറ്റിക് ആണ്, അപ്പൊ അയാൾക്ക് നമ്മൾക്കൊരു ഡയറ്റിക് ആയിട്ടുള്ളൊരു പ്ലാൻ പറഞ്ഞു കൊടുക്കാം, ഡയറ്റിന്റെ ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഒരാൾക്ക് ഡയബറ്റീസ് ഒന്നുമില്ല, പക്ഷെ ഡയബറ്റീസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി അയാൾ വെല്ലാണ്, അയാൾക്ക് ഡയബറ്റീസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അയാൾക്കൊരു ഒരു ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കി കൊടുക്കാം, ആ രീതിയിൽ. അപ്പൊ ഇപ്പൊ നമ്മൾ ഡോക്ടേഴ്സിനെക്കാളും ഡയറ്റീഷ്യനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്. കാരണം എല്ലാവരും അസുഖം വരുന്നതിന് മുന്നേ അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹെൽത്തിനെ എങ്ങനെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്നില്ല ഇതിലേക്ക് കൂടുതലും പോകുന്നുണ്ട്. പിന്നെ ഗുഡ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻറ്റെയിനിങ് എ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ദാറ്റ് എനേബിൾ അസ് ടു ഗ്രോ വെൽ ആൻഡ് എൻജോയ് ഗുഡ് ഹെൽത്ത്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു ഡയറ്ററ്റിക്സ് ഫോളോ ചെയ്തുകൊണ്ട് ഒരു ഗുഡ് ഹെൽത്തും അതേപോലെ നമ്മൾ നന്നായിട്ട് ഗ്രോ വെല്ലൊക്കെ വേണ്ടിയിട്ട് ഒരു ഗുഡ് ന്യൂട്രീഷനാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോവേണ്ടത്. അതാണ് ഇതിലൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ ന്യൂട്രീഷന് വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ റിലേഷൻഷിപ്പ് നമുക്കറിയാം. ഗ്രോത്തിന് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ന്യൂട്രീഷൻ ആവശ്യമാണ്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ അതിന്റെ എല്ലാ വളർച്ചാ കാലഘട്ടത്തിൽ ഫുള്ള് അതിന്റെ ഗ്രോത്ത് ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് പ്രോപ്പർ ന്യൂട്രീഷനും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ നടക്കുള്ളൂ. അതേപോലെ തന്നെ സ്പെസിഫിക് ഡെഫിഷ്യൻസി നമ്മളറിയാം, ഒരു പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി മാത്രം വരികയാണെങ്കിൽ നമ്മൾ അതിന് കോശയോർക്കർ, മരാസ്മസ് ആ ഒരു ടൈപ്പിലേക്ക് പോകും. അവിടെ നമ്മൾ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറി പോകും. ഇത് നമുക്ക് ചില വൈറ്റമിൻസിന്റെ കുറവുകൊണ്ട് മാത്രം ചില ഡിസീസ് വരാം. അതേപോലെ തന്നെ ചില മിനറൽസിന്റെ അഭാവം കൊണ്ട് മാത്രം നമ്മൾ അയൺ ഡെഫിഷ്യൻസി, അനീമിയ അങ്ങനെയൊക്കെ പറയുന്നത്. അതേപോലെ സ്പെസിഫിക് ഡെഫിഷ്യൻസികൾ നമുക്ക് ചില ന്യൂട്രീഷൻ നമ്മുടെ ബോഡിയിൽ ഫുഡിലൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ വരാം. ഇനി അതേപോലെ തന്നെയാണ് റെസിസ്റ്റൻസ് ഇൻഫെക്ഷൻ കുറയുന്നത്. നമുക്കൊരു ബോഡിയിൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈറ്റമിൻസും അതേപോലെ മിനറൽസും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ന്യൂട്രീഷനും കാര്യങ്ങളും നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷനോടുള്ള ചാൻസ് കൂടുതലാവുക ചെയ്യാം. പിന്നെ മോർട്ടാലിറ്റി, മോർബിഡിറ്റി, ഓഫ് കോഴ്സ് ഇതൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മോർബിഡിറ്റി, അസുഖങ്ങൾ കൂടുതൽ വരാനും അതുവഴി മോർട്ടാലിറ്റിയിലേക്കും കൂടുതലായിട്ട് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ റിലേഷൻ ഓഫ് ന്യൂട്രീഷൻ ടു ഹെൽത്ത് എന്ന നിലയിൽ പറയുന്നത്. അത് ഒരുപാടായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ആകെത്തുക ഇത്രേ പറയാനുള്ളൂ. ഇനി ഇത് നമുക്ക് അറിയണത് തന്നെയാണ് ഫുഡിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാ. നമ്മള് ഇപ്പോ 2ാം ക്ലാസ്സിൽ എൻ്റെ മോള് പഠിക്കുന്നതിൽ ഇത് ഉള്ളതാണ്. എങ്ങനെയാണ് എനർജി yielding ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്, ഈ രീതിയിൽ നമ്മള് തുടക്കം മുതലേ പഠിച്ചു വരുന്ന കുറച്ച് കാര്യം.
അപ്പൊ അതിൽ എന്തൊക്കെയാണ് ജസ്റ്റ് വിടാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടതാണിത്. പ്രൊവിഷൻ ഓഫ് എനർജി, നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടുക എന്നുള്ളതാണ് നമ്മളൊരു ഫംഗ്ഷന്. അതുപോലെ തന്നെ ബോഡിന്റെ ബിൽഡിങ്ങിന് അതേപോലെ റിപ്പയറിന് വേണ്ടിയിട്ട്, പിന്നെ നമ്മളെ ടിഷ്യൂസിന്റെ ഒക്കെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും വേണ്ടിയിട്ട്, അതൊക്കെയാണ് നമ്മുടെ ഫുഡിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ പറയുന്നത്. 3 രീതിയിലാണ് നമ്മൾ എപ്പോഴും ഫുഡിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. എനർജി ഈൽഡിങ് ഫുഡ്, നമ്മൾക്കറിയാം നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ് അതേപോലെ തന്നെ ഫാറ്റ്, അതിലാണ് നമുക്ക് കൂടുതലായിട്ട് ഇത് കിട്ടുന്നത്. മെയിനായിട്ട് ഇന്ത്യൻസ് നമ്മൾ കൂടുതലായിട്ടും കേരളീയൻസ് ഒക്കെ കൂടുതലായിട്ടും ഈ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് റൈസ്, വീറ്റ്, പൊട്ടറ്റോ, ഷുഗർ, ഫാറ്റ് ആൻഡ് ഓയിൽസിനെയാണ് കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് ബോഡി ബിൽഡിംഗ് ഫുഡ്സ്. ബോഡി ബിൽഡിംഗ് ഫുഡ്സിൽ എന്തായാലും മെയിൻ ആയിട്ട് വരാം, ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മസിൽസും കാര്യങ്ങളൊക്കെ സ്ട്രെങ്തനിങ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് റിച്ച് ഇൻ പ്രോട്ടീൻ. ഓഫ്കോഴ്സ് അതിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും കൂടുതലുണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? പ്രോട്ടീൻസ് ആണ് കൂടുതൽ വേണ്ടത്. അപ്പൊ പ്രോട്ടീൻ നമുക്ക് ഏതെന്നൊക്കെ മെയിൻ ആയിട്ട് കിട്ടാം? മിൽക്ക്, എഗ്, മീറ്റ്, പിന്നെ ലിവർ, ഫിഷ്, പൾസസ്, ഇതിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത്. നിങ്ങളിപ്പോൾ 2ാം ക്ലാസ്സുകാർക്ക് നിങ്ങൾക്ക് എന്തിനാ പറയണമെന്ന് വിചാരിക്കണ്ടാവും. പക്ഷെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ ടെക്സ്റ്റിലുള്ളത് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡീനെ നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബോഡി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് റിച്ച് ഇൻ വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് പ്രോട്ടീൻസ് ആണ് മെയിനായിട്ട് വേണ്ടത് ഇതിന് വേണ്ടിയിട്ട്. അതിൽ തന്നെ നമുക്ക് വൈറ്റമിനും മിനറൽസും ഒക്കെ മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് മിൽക്കെന്നും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് മെയിനായിട്ട് അതിന്റെ ഇതായിട്ട് പറയുന്നത്. ഇന്ത്യന്റെ കേസിൽ നമ്മളുടെ ഡയറ്റിൽ പുവറായിട്ട് കാണുന്നതാണ് ഈ പ്രൊട്ടക്റ്റീവ് ഫുഡാണ് നമ്മളെ ഡയറ്റിൽ പുവർ ആയിട്ടുള്ളത്. കാരണം നമ്മൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എടുക്കുന്നത് കുറവാണ്, അതേപോലെ ഇങ്ങനത്തെ നമുക്ക് കിട്ടുന്ന ഫുഡ്സ് എടുക്കുന്നത് വളരെ കുറവാണ്. അപ്പൊ നമ്മളിപ്പോ കറന്റ് നമ്മൾ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് ഫുഡ് വളരെ കുറവും എനർജി ഈൽഡിങ് ഫുഡ് ഒരുപാട് എടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ആവശ്യത്തിന് അധികം എനർജി ഈൽഡിങ് ഫുഡ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമ്മളെ പ്രോപ്പറായിട്ട് ആ ഒരു ചാപ്റ്ററിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഒരു ന്യൂട്രിയൻസ് ആകെ ഈ ഒരു രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 61% നമ്മളെ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് ആണ്. അതിൽ 40%, അതേപോലെ തന്നെ 40% ലിപ്പിഡ്സ് ആയിട്ട് ബോഡിയിൽ നിൽക്കുന്നത്. പിന്നെ പ്രോട്ടീൻ 17% പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീൻ 70% എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതെപ്പോഴും കൂടുതൽ ഒരു പ്രോട്ടീൻ നമ്മുടെ ബോഡിന്റെ എത്രയാണ് എന്നുള്ളത് ഇതെപ്പോഴും കാണാറുണ്ട്. അതൊരു 70%. കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ 1.5 വരെ നമ്മൾ എനർജിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് സ്റ്റോറിങ് കുറവായിരിക്കും. 1.5% ആണ് അതിലുള്ളത്. വൈറ്റമിൻസ് ഒക്കെ നമുക്ക് സ്റ്റോറേജ് വളരെ കുറവാണ്. നമ്മൾ ഡെയിലി റിക്വയർമെന്റ്സ് ആണ് അത് എപ്പോഴും പറയാം, ഇന്നെടുക്കുന്നതാണ് കൂടുതൽ യൂസ് ചെയ്യുക. അപ്പൊ അത് ലെസ് ദാൻ 1% ഉള്ളൂ. മിനറൽസ് ഒരു 6% കവർ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. വാട്ടർ ആണ് 61%, പ്രോട്ടീൻ 17%, ലിപ്പിഡ് 40%. അപ്പൊ നമ്മുടെ ബോഡിയിൽ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ എനർജി ഈൽഡിങ് ഫുഡ്, നമ്മൾ മെയിനായിട്ട് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫുഡ്സിനാണ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി ഓഫ് ഫുഡിനാണ് നമ്മൾ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മെയിനായിട്ട് വരിക എന്താ വെച്ചാൽ എനർജി ഈൽഡിങ് ഫുഡാണ് മെയിനായിട്ട് വരിക. അതിന്റെ കൂടുതൽ തന്നെ എന്താ പ്രോട്ടീനും വരുന്നുണ്ട്. നമ്മളിപ്പോൾ മെയിനായിട്ട് പറഞ്ഞത് കാർബോഹൈഡ്രേറ്റും ഫാറ്റും ആണ് എനർജി ഈൽഡിങ് ഫുഡായിട്ട് വന്നാൽ അതിന്റെ കൂടെ തന്നെ പ്രോട്ടീനും കൂടി വരുന്നുണ്ട്. ഈ 3 ആൾക്കാരും കൂടി കൂടിയിട്ടാണ് നമ്മൾ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ എനർജി ഈൽഡിങ് ഫുഡ് നിലയിൽ പറയുന്നത്. ഇനി നമ്മൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് 2 രീതിയിലാണ് ന്യൂട്രിയൻസിനെ കാറ്റഗറൈസ് ചെയ്തത്. മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ രീതിയിൽ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന സമയത്ത് പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡിനാണ് നമ്മൾ മാക്രോ ന്യൂട്രിയന്റ് എന്ന് പറയും. നമ്മുടെ ഫുഡിന്റെ ഒരു ടോട്ടൽ വരുന്ന ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ മാക്രോ ന്യൂട്രിയന്റ് എന്നൊന്നും ചെറിയ രീതിയിൽ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. പക്ഷെ ഡെയിലി കിട്ടണം എന്നില്ല ഫുഡിന് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് വൈറ്റമിൻസും മിനറൽസും ആണ് കൂടുതൽ പറയുന്നത്. പിന്നെ നമ്മൾ അതിന്റെ പ്രോട്ടീൻസിൽ പറയുന്നതാണ് പൾസസിനെ പറയുന്നത്. പൾസസിൽ പറയുന്നുണ്ട് പുവർ മാൻസ് മീറ്റ് എന്ന് പറയുന്നത് അത് പൾസസ് ആയിട്ടാണ് എക്സാമ്പിൾ കൊടുത്തത്. പൾസസ് എന്നാണ് നമുക്ക് വേണ്ട രീതിയിലുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ആൾക്കാർക്ക് മീറ്റിനോട് നമുക്ക് എത്രത്തോളം മീറ്റിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നു അതേ രീതിയിൽ പ്രോട്ടീൻ കിട്ടുന്നതാണ് പൾസസ് എന്ന്. അപ്പോൾ ഒരു അഡൽട്ട് ബോഡീന്റെ കിലോഗ്രാം വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ പ്രോട്ടീൻ പറയാം. നമ്മൾ 1 കിലോഗ്രാമിൽ ഒരാൾക്കാണെങ്കിൽ 1 ഗ്രാം പ്രോട്ടീൻ ഡെയിലി എടുക്കണം. അതേ രീതിയിൽ അപ്പൊ ഒരാൾ എന്താ ചെയ്യുന്നത്, ഒരു 60 കിലോ ഉള്ള ഒരാൾ 60 ഗ്രാം പ്രോട്ടീൻ ഡെയിലി അയാൾക്ക് വേണമെന്നുള്ളത്. നമ്മള്
അതടുത്ത് പറയുന്നുണ്ട്. ഇനി നമ്മൾ പ്രോട്ടീൻസിലെ മെയിൻ ആയിട്ട് കണ്ടന്റ് പറയുന്നത് എന്താ വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഇത്രയും നമ്മൾ പ്രോട്ടീനിന്റെ കണ്ടന്റ് ആയിട്ട് പറയുന്നത്. ഇത് നമ്മൾ ഒന്നും കൂടി എടുത്ത് പറയുന്നുണ്ട്. ഇനി ഫാറ്റിന്റെ കേസിലാണെങ്കിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഫാറ്റിന്റെ സ്മാളർ യൂണിറ്റിനാണ് നമ്മൾ ഫാറ്റി ആസിഡ് എന്ന് പറയാം. ഇനി ഇതൊക്കെ ഒന്നുകൂടി നമ്മൾ ഇട്ട് പറയാം കേട്ടോ. അതവിടെ നിൽക്കട്ടെ. ഇനി ഇന്ത്യൻ ഡയറ്റിൽ ടോട്ടൽ എനർജി നമ്മൾ ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് 65 to 80%. നമുക്കറിയാം നമ്മൾ കഴിക്കുന്നതിൽ മാക്സിമം എപ്പോഴും ചോറ് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് നിൽക്കുക. അതിൽ പിന്നെ നമ്മൾ കഴിക്കുന്നത് ഫാറ്റ് 10 to 30% നമ്മൾ ഫാറ്റ്. ലെസ് ആയിട്ടാണ് നമ്മൾ പ്രോട്ടീൻ എടുക്കുന്നുള്ളൂ. 7 to 15% നമ്മൾ പ്രോട്ടീൻ എടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഡയബറ്റീസിന്റെ കേസിൽ അതേപോലെ ഒബീസിറ്റിന്റെ കേസിലൊക്കെ നമ്മൾ ഈ റേഷ്യോ റിവേഴ്സ് ചെയ്യാനാണ് പറയുന്നത്. കാരണം കുറച്ച് കൂടുതലായിട്ട് നമ്മൾ പ്രോട്ടീനും ഫാറ്റും ആണ് കൂടുതൽ വരുന്നത്. കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് നമ്മൾ കുറക്കാണ് വേണ്ടത്. ഇനി ഈ ഒരു പ്രോട്ടീൻ പറയുന്നതാണ് അമിനോ ആസിഡ്സ്. നമ്മൾ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ഉണ്ട്. ഇനി ഇപ്പൊ ഒരു കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞിട്ട് കണ്ടീഷണലി നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ട്, അതായത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാം. ആ ഒരു രീതിയിലാണ് എസെൻഷ്യലും നോൺ എസെൻഷ്യലും. കണ്ടീഷണലി നോൺ എസെൻഷ്യൽ, അത് ചിലപ്പോൾ നോൺ എസെൻഷ്യലും ആവാം, പക്ഷെ അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ട് നിൽക്കും. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതാണ് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ നോൺ എസെൻഷ്യൽ ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ മാറ്റിയിട്ട് തന്നെ പഠിച്ചു വെക്കാം. എസെൻഷ്യൽ നമ്മൾ ഈ രീതിയിൽ പഠിക്കും. ഇതിന് ഒരുപാട് കോഡ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കോഡുകളും നമുക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവില്ല. അവനൻ്റെതായിട്ട് ഇതിനൊരു ടൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അതങ്ങോട്ട് മനപ്പാടാക്കിയിട്ട് വെക്കുക. അപ്പൊ അതാണ് എസെൻഷ്യൽ. ഇത് നോൺ എസെൻഷ്യൽ എന്നുള്ള രീതിയിൽ കിട്ടിയാൽ അത് പിന്നെ തിരിഞ്ഞു പോകില്ല. ഹിസ്റ്റിഡിൻ, ഐസോലൂസിൻ, ല്യൂസിൻ, മെത്തിയോണിൻ, ഫിനൈലലാനിൻ, ത്രിയോണിൻ, ട്രിപ്റ്റോഫൻ, വാലൈൻ, ലൈസിൻ, ഇത്രയും ആൾക്കാർ നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ് ആയിട്ട് പറയും. നോൺ എസെൻഷ്യൽ ആയിട്ടാണ് നമ്മൾ ഈ ബാക്കിയുള്ള എല്ലാ ടൈപ്പിനും പറയുന്നത്. അലാനിൻ, അസ്പാർട്ടേറ്റ്, സിസ്റ്റീൻ, ഗ്ലൂട്ടാമേറ്റ് ഒക്കെ നമ്മൾ നോൺ എസെൻഷ്യൽ ആയിട്ടാണ് പറയുന്നത്. അതിൽ കണ്ടീഷണലി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാന്നുള്ളതുകൊണ്ടാണ് അതിന് പറയുന്നത്. പിന്നെ അപ്പൊ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാനുള്ളത് ഗ്ലൈസിൻ ഏതാ ടൈപ്പ്, അങ്ങനത്തതൊക്കെ. ഗ്ലൈസിൻ ഏതിലാ വരിക, അതേപോലെ തന്നെ ഫിനൈൽ അലാനിൻ ഏതിലാ, ഇതൊക്കെയാണ് കൂടുതൽ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. ഫിനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ. ഇത് നിങ്ങൾക്ക് ഫിസിയോളജി പാർട്ടിലും കൂടെ വരുന്നതുകൊണ്ട് നിങ്ങൾ അവിടെ ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും. ഫിസിയോളജി ബയോകെമിസ്ട്രിയിൽ ഇതേ രീതിയിൽ തന്നെ വരുന്നുണ്ട്. അവിടെ ഇതിന് ഒന്നും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കും. ഇത് നമ്മളിങ്ങനെ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ എന്നാണ് നമ്മൾ അമിനോ ആസിഡ് ഇതാകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡെറിവേറ്റീവ് നിന്നുകൊണ്ട് മാത്രം ഇവിടെ ഇത് കൊടുത്തു എന്ന് മാത്രം. നമ്മൾ ഇത് പ്രോട്ടീൻ പറഞ്ഞതാണ്. നമ്മളെ ബോഡീന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ബോഡീന്റെ ബോഡി ബിൽഡിംഗ് ആയിട്ടാണ് നമ്മൾ പ്രോട്ടീൻസിനെ പറഞ്ഞത്. അത് എന്തിനൊക്കെ റിപ്പയർ ഓഫ് ദി ബോഡി ടിഷ്യൂസ്, അതേപോലെ അതിന് ബോഡി ടിഷ്യൂസിനെ റിപ്പയർ ചെയ്ത് കൊണ്ടുവരും. അതേപോലെ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനും കൂടിയാണ് പ്രോട്ടീൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഫോർ സിന്തസിസ് ഓഫ് ആന്റിബോഡി, എൻസൈംസ്, ഹോർമോൺസ്. നമ്മുടെ ബോഡി നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാനൊക്കെ തന്നെ നമ്മുടെ ബോഡി എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും റെഡി ആയിക്കൊണ്ട് നിൽക്കണം. ഒരു ഡിസീസ് വരുന്ന സമയത്ത് അതിനെ തടയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ബോഡിയിൽ ആന്റിബോഡീസ് ആവശ്യമാണ്. അതേപോലെ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചില എൻസൈംസ്, കാറ്റലൈസ്റ്റ് ഒക്കെ ആവശ്യമാണ്. പിന്നെ ചില ഹോർമോൺസ് എപ്പോഴും നമ്മളിങ്ങനെ ഇതിന് റെഡി ആയിക്കൊണ്ട് നിൽക്കണം. അപ്പൊ ഈ നമ്മളറിയില്ലേ അഡ്രിനാലിൻ, അങ്ങനെ ഓരോ ഹോർമോൺസ് ഒക്കെ റെഡി ആയിട്ട് എപ്പോഴും നമ്മൾക്ക് ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇവരൊക്കെ റെഡി ആയി നിൽക്കും. അങ്ങനെ ഇതിനൊക്കെ പക്ഷെ പ്രോട്ടീൻസ് നിർബന്ധമാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു പ്രോട്ടീൻ റിക്വയർമെന്റ് നമ്മൾ എപ്പോഴും പറയുന്ന സമയത്ത് ഒരാളുടെ കിലോഗ്രാം വെച്ചിട്ടാണ് അതിനെപ്പോഴും ഒരു പ്രോട്ടീന്റെ ഇത് പറയാം. 1 gram per അയാളുടെ കിലോഗ്രാം എന്നുള്ള രീതിയിൽ. ബോഡി വെയിറ്റ് ഓഫ് ആൻ അഡൽട്ട് അസ്യൂമിങ് NPO of 65 ഫോർ ഡയറ്ററി പ്രോട്ടീൻസ്. അപ്പൊ അതിൽ നമ്മളൊരു 65 ആയിട്ടാണ്. NPU എന്ന് പറയുമ്പോൾ നെറ്റ് പ്രോട്ടീൻ യൂണിറ്റ് എന്നുള്ളത്. അപ്പൊ അതൊരു 65 ആണ് എപ്പോഴും ഒരു ഡയറ്ററി പ്രോട്ടീന് ആവശ്യമുണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. ഇനി പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന സമയത്ത് ഇതെങ്ങനെയൊക്കെയാണ് നമ്മളെ ബോഡിയിൽ എഫക്ട് ചെയ്യാന്നുള്ളത്. ഓൾറെഡി നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് മാനിഫെസ്റ്റേഷൻ കാണിക്കാന്നുള്ളതാണ് നോക്കാം. ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ആളാണ്, അയാൾ പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആണ് ആ സമയത്ത് എന്നുണ്ടെങ്കിൽ, അഡിക്വേറ്റ് എമൗണ്ടിൽ പ്രോട്ടീൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഡ്യൂറിങ് പ്രഗ്നൻസിയിലാണ് അവർക്ക് ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ കുട്ടിക്ക് സ്റ്റിൽ ബർത്ത് ആകാം, അതേപോലെ തന്നെ ലോ ബർത്ത് വെയിറ്റ് ആവാം, അതിന്റെ കൂടെ തന്നെ അനീമിയ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ കാണിക്കാം. അപ്പൊ കുട്ടി ജനിക്കുന്നതിന് ചിലപ്പോൾ എന്തായിരിക്കണം സ്റ്റിൽ ബർത്തോട് അല്ലെങ്കിൽ ഡെത്തോട് കൂടി. പിന്നെ നമ്മൾ SFT എന്ന് പറയും, അവരെ വെയിറ്റിനോട് അവരുടെ ഏജിനോട് അവര് വെയിറ്റ് കുറവാണെങ്കിൽ അതേപോലെ തന്നെ അനീമിയന്റെ സിംറ്റംസ് കാര്യങ്ങളൊക്കെ കാണിക്കാം.
പിന്നെ ഇൻഫാൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് കുറച്ചും കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു 1 ഇയർ മുതലുള്ള എന്താണ് ഈ സമയത്താണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുന്നത് വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മരാസ്മസ്, ക്വാഷിയോർക്ക്, പിന്നെ മെന്റൽ റിട്ടാർഡേഷൻ, സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, ഡെവലപ്മെന്റ്. നമ്മൾ ചില കുട്ടികളെ കാണുമ്പോഴേ തന്നെ പറയില്ല അവർക്ക് എന്താണ് പ്രോട്ടീനൊക്കെ കുറവുണ്ട്, കാണുന്ന രീതിയിൽ തന്നെ പറയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഇതാകുമ്പോൾ നമ്മൾ ഈ രീതിയിൽ പറയാം. മരാസ്മസ്, ക്വാഷിയോർക്കർ, മെന്റൽ റിട്ടാർഡേഷൻ, സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, അതൊക്കെ നമുക്ക് ആ രീതിയിലാണ് ഇതിൽ നമ്മൾ പറയേണ്ടത്. ഇനി ഒരു അഡൽട്ടിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ വരിക? ഒരു മിനിറ്റ്. ഒരു അഡൽട്ടിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സിംറ്റംസ്, പല രീതിയിലുള്ള സിംറ്റംസ് കാണിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു പ്രോട്ടീന് നമ്മളെ ബോഡീന്റെ ബിൽഡിങ്ങിന് ആവശ്യമാണ്, അതേപോലെ ബോഡീനെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് നിൽക്കും. ഒരുപാട് കാര്യങ്ങൾക്ക് പ്രോട്ടീൻ ആവശ്യമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഈ രീതിയിലൊക്കെ നമുക്ക് ഇതിന്റെ ഡെഫിഷ്യൻസികൾ കാണിക്കാം. വെയിറ്റ് കുറയും, ലോസ് ഓഫ് വെയിറ്റ്, അണ്ടർ വെയിറ്റ്, പിന്നെ മസ്കുലേച്ചർ ഒക്കെ ഭയങ്കര പൂറായിരിക്കും, അനീമിയ ഉണ്ടാക്കും, ഇൻക്രീസ്ഡ് സസെപ്റ്റിബിലിറ്റി ഇൻഫെക്ഷൻ, ഫ്രീക്വന്റ് ലൂസ് സ്റ്റൂള്, ജനറൽ ലെതാർജി, ഇൻകപ്പാസിറ്റി ടു സസ്റ്റൈൻഡ് വർക്ക്, ഡിലേ ഇൻ വൂണ്ട് ഹീലിംഗ്, സിറോസിസ് ഓഫ് ദി ലിവർ, എഡിമ, അസൈറ്റിസ്. ഇത് എന്ത് രീതിയിലും വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം. ഇപ്പൊ ഇതിലെങ്ങനെയാ വെച്ചാൽ വെയിറ്റ് കുറയാം, അപ്പൊ അവരെന്താ വെച്ചാൽ മസ്കുലേച്ചറും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും, സ്വാഭാവികമായിട്ട് അവർക്ക് അനീമിയ ഉണ്ടാകും. അപ്പൊ ഇവർക്ക് എല്ലാ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും. പിന്നെ എപ്പോഴും ഒരു ഡയറിയ എന്നുള്ള രീതിയിലുള്ള ലൂസ് സ്റ്റൂളായിരിക്കും. അപ്പൊ എന്തായിരിക്കും, ഭയങ്കര ക്ഷീണവും കാര്യങ്ങളായിരിക്കും, അവർക്ക് ഒരു വർക്കിലും കാര്യത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ട് എപ്പോഴും ആ ഒരു ഡള്ളായിട്ടുള്ള രീതിയിൽ നിൽക്കും. അങ്ങനെ എന്തെങ്കിലും വൂണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ പ്രോട്ടീനാണ് കൂടുതൽ അവർക്ക് ആവശ്യമുണ്ടാവും. അപ്പൊ ഇവർക്ക് പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് എന്താണ് വൂണ്ട് ഹീലിംഗ് ഒക്കെ ഭയങ്കര ഡിലേഡ് ആയിരിക്കും. പിന്നെ ലിവറിന്റെ കേസിലേക്ക് പോരുന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ വെറുതെ മൂത്രത്തിലൂടെ ഇങ്ങനെ എക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലിവറിൽ സിറോസിന്റെ സിംറ്റംസ് ഉണ്ടാവും. അതേപോലെ തന്നെ കാലിലൊക്കെ എഡിമ കാര്യങ്ങൾ, പിന്നെ വയറൊക്കെ ഭയങ്കരമായിട്ട് വീർത്തിട്ട് അസൈറ്റിസ് സിംറ്റംസ്, ഇങ്ങനെ ഏത് രീതിയിലും പ്രസന്റ് ചെയ്യാൻ പറ്റും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന സമയത്ത്. ഇനി അതിന്റെ അടുത്ത ടൈപ്പാണ് പ്രോട്ടീൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അടുത്ത് പോകുന്ന കാറ്റഗറിയാണ് ഫാറ്റ്. ഫാറ്റിന്റെ ഇതിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന ഫാറ്റിലുള്ളത്. പ്രോട്ടീനിൽ നൈട്രജൻ ആണ് ഇമ്പോർട്ടന്റ്. നൈട്രജൻ എന്ന് പറഞ്ഞ യൂണിറ്റ് പ്രോട്ടീനിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫാറ്റിന്റെ കേസിലെത്തുമ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് പറയുന്നത്. ഈ ഫാറ്റിന്റെ സ്മാളർ യൂണിറ്റിനെയാണ് നമ്മൾ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. അതായത് കുറെ ഫാറ്റി ആസിഡ് കൂടിയിട്ടാണ് നമ്മൾ ഫാറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകുന്നത്. അതിന് പ്രോട്ടീന് നമ്മൾ അമിനോ ആസിഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഫാറ്റിന്റെ ഒരു സ്മാളർ യൂണിറ്റ് ആണ് ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡ്, ഈ ഫാറ്റ് എപ്പോഴും നമുക്ക് എന്താ വെച്ചാൽ രണ്ട് രീതിയിൽ കാണിക്കാം. ചിലത് എന്താ വെച്ചാൽ ലിക്വിഡ് ആയിട്ട് കാണിക്കും, ചിലത് സോളിഡ് സ്റ്റേറ്റിൽ കാണിക്കും. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാമല്ലോ, ചിലത് എപ്പോഴും എന്താ വെച്ചാൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ ലിക്വിഡ് രൂപത്തിൽ കാണിക്കും, ചിലത് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ സോളിഡ് ആയിട്ട് കാണിക്കാം. അപ്പൊ ഈ ജിഞ്ചല്ലി ഓയിൽ, ഗ്രൗണ്ട് നട്ട് ഓയിൽ, നമ്മൾക്കിപ്പോ നമ്മൾ എന്താണ് സാധാരണ കാണുന്ന ഓയിലുകളെല്ലാം തന്നെ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആണ്. ഇനി അല്ലാത്തതോ നമ്മളെ ഗീ, ബട്ടർ അങ്ങനത്തതൊക്കെ റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ഫാറ്റ് നമ്മൾ രണ്ട് രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മളൊരു കോമൺലി നോക്കുകയാണെങ്കിൽ ആനിമൽ ഫാറ്റ് ഒക്കെ എപ്പോഴും സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ടാണ് വരിക. പിന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വെജിറ്റബിൾ ഓയിൽസ് എപ്പോഴും അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ടാണ് കൂടുതൽ കാണിക്കുക. അപ്പൊ സാച്ചുറേറ്റഡ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഉണ്ട്. ആനിമലിൽ നിന്ന് കിട്ടുന്ന എല്ലാ എന്താണ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അപ്പൊ നമ്മള് ഗീ അങ്ങനത്തതൊക്കെ നോക്കുകയാണെങ്കിൽ സാച്ചുറേറ്റഡ് ആണ്. പിന്നെ വെജിറ്റബിൾ ഓയിൽ നമുക്ക് കിട്ടുന്നത് വെജിറ്റബിൾ ഓയിലിൻ്റെതൊക്കെ നമ്മൾ അൺസാച്ചുറേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. ഇനി എന്തായിരിക്കും എന്താണ് ഫാറ്റിന്റെ ഫംഗ്ഷൻ എന്നുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങനെ പറയാം, എന്നിപ്പോ നമ്മൾ പ്രോട്ടീന് കുറെ ഫംഗ്ഷൻ പറഞ്ഞു, ഇന്നതൊക്കെ ഉണ്ടെങ്കിൽ പ്രോട്ടീൻ ഫംഗ്ഷൻ ചെയ്യാം. അപ്പൊ പ്രോട്ടീന് കുറഞ്ഞാൽ ഇന്ന സിംറ്റംസ് കാര്യങ്ങൾ കാണിക്കുന്നു പറഞ്ഞ രീതിയിൽ തന്നെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഫാറ്റിൻ്റെതാണ്. അപ്പൊ നമ്മൾ പറയണം, നമ്മൾ ഒരു കോൺസെൻട്രേറ്റഡ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഡയറ്ററി ഫാറ്റ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അതായത് നമുക്ക് ചെറിയ രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഭയങ്കരമായിട്ട് കുറെ സമയത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ടൈപ്പിനാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് സോഴ്സ് ഓഫ് എനർജി എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു 5-6 ബദാം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയത്തേക്ക് നമുക്കൊരു എന്താണ് ക്ഷീണവും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പഠിക്കാനൊന്നും പറ്റാത്ത സമയത്ത് നമ്മൾ എന്താണ് ഒരു ചോക്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൈ ഫാറ്റി ആയിട്ട് വരുന്ന സാധനം. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ കുറെ ഇങ്ങനത്തെ നട്ട്സ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മളതിന് കോൺസെൻട്രേറ്റഡ് സോഴ്സ് ഓഫ് എനർജി എന്നാണ് പറയുന്നത്. പിന്നെ 1 gram ഫാറ്റ് സപ്ലൈസ് 9 calories ഓഫ് എനർജിയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ 1 gram ഫാറ്റ് എടുക്കുകയാണെങ്കിൽ അത്
9 കലോറി ഓഫ് എനർജിയാണ്. ഇത് നമ്മൾ എന്താ വെച്ചാൽ കാർബോഹൈഡ്രേറ്റിനും പ്രോട്ടീനും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഡബിൾ ആണ്. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് നമ്മൾ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 4.5 അതിന് എനർജി കിട്ടുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ പ്രോട്ടീൻ ഒരു 1 ഗ്രാം പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ നമുക്കൊരു 4.5 കലോറി മാത്രമേ നമുക്ക് അതിൽ എനർജി കിട്ടുന്നുള്ളൂ. പക്ഷെ 1 ഗ്രാം ഫാറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് 9 കലോറീസ് ഓഫ് എനർജി കിട്ടുക. അപ്പൊ എന്താ ഡബിൾ എനർജിയാണ് നമുക്ക് ഒരു 1 ഗ്രാമിൽ തന്നെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിന് കോൺസെൻട്രേറ്റഡ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്കറിയാം നമ്മൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിനും വാട്ടർ സോലുബിൾ വൈറ്റമിൻസും പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫാറ്റ് സോലുബിൾ വൈറ്റമിന് ഒരു കാരിയർ ഉണ്ടാവും. ആരായിരിക്കും? ഈ ഫാറ്റ് സോലുബിൾ വൈറ്റമിന് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണല്ലോ അതിന്റെ പേര്. അതായതൊക്കെ വൈറ്റമിൻ എ, ഡി, ഇ, കെ എന്ന് പറഞ്ഞാൽ ഈ 4 ആൾക്കാർ. ഈ 4 ആൾക്കാരെയും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു ഫാറ്റ് വേണം. അപ്പൊ ഈ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് നമ്മൾ ഫാറ്റി കണ്ടന്റിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുത്താലും മാത്രമേ ഈ വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ വർക്ക് ആവുള്ളൂ. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇതാണ് വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി. അപ്പൊ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവരോട് പ്രത്യേകിച്ച് പറയും കൂടെ തന്നെ ഒരു ഫാറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കണം. ഒരു സ്പൂണ് നെയ്യോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് സോറി ഒരു സ്പൂണ് സാധാരണ നമ്മൾ നെയ്യിന്റെ ഒരു അങ്ങനത്തെ ഇതൊക്കെയാണ് പറയാം, നെയ്യോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫാറ്റി കണ്ടന്റിന്റെ കൂടെ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഫോർ ഓർ ആഫ്റ്റർ എന്തെങ്കിലും അത് ബോഡിയിലേക്ക് എടുക്കുന്നതിന് കൂടെ അല്ലെങ്കിൽ അതിന് മുന്നോ ശേഷമായിട്ട് ഇങ്ങനത്തെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫാറ്റി കണ്ടന്റ് ഉള്ളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ വൈറ്റമിന്റെ എന്താണ് അബ്സോർപ്ഷൻ പെട്ടെന്ന് നടക്കും. അപ്പൊ അതുകൊണ്ട് കാരിയർ ഓഫ് ദ ഫാറ്റ് സോലുബിൾ വൈറ്റമിന് നമുക്ക് എന്ത് വേണം? പിന്നെ ഫാറ്റ് വേണം. അതേപോലെ ഡയറ്ററി ഫാറ്റ് സപ്ലൈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. നമ്മുടെ ബോഡിയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു അമിനോ ആസിഡ്സിന് എസെൻഷ്യൽ അമിനോ ആസിഡ് ഉണ്ട് പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ ഡയറ്ററി ഫാറ്റിന് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ് കിട്ടും. ഈ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാറ്റി ആസിഡിന്റെ എക്സാമ്പിൾ ആണ് ലിനോലിക് ആസിഡ് എന്ന് പറഞ്ഞത്. ഈ ലിനോലിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ വെച്ചാൽ സ്കിന്നിന്റെ ഗ്രോത്ത് ഇന്റഗ്രിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഗ്രോത്ത് ഇന്റഗ്രിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ നമ്മള് സ്കിന്നിലെ സ്കെയിലി ഫോർമേഷൻ ഒക്കെ നമുക്ക് തടയാൻ പറ്റും. ഇപ്പൊ ചില സ്കിന്ന് കണ്ടിട്ടില്ലേ ഭയങ്കരമായിട്ട് പൊളിഞ്ഞു പൊളിഞ്ഞു പോരുന്നത്, നമ്മൾ ചിക്കൻ ടൈപ്പ് സ്കിൻ എന്ന് പറയും. അതേപോലെ കെരാറ്റോസിസ്, പിലിയാരിസ് ഇങ്ങനെ കണ്ടീഷനൊക്കെ കേട്ടിട്ടുണ്ടാവും എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഈ കുത്തുകുത്തായിട്ട് ഇങ്ങനെ സ്കിന്നിൽ കാണുന്നത്. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാല് സ്കിന്നിലെ എസെൻഷ്യൽ ഫാറ്റി ആസിഡിന്റെ കുറവാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഡയറ്ററി ഫാറ്റ് ഡെയിലി നമ്മൾ ആ രീതിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ ലിനോലിക് ആസിഡ് ഡെയിലി സപ്ലിമെന്റേഷൻ കിട്ടുകയും ഇതോടുകൂടി നമുക്ക് ഈ സ്കിന്നിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കുറക്കാൻ പറ്റും. ഇനി നമ്മൾ സ്കിന്നിൽ നമ്മളെ മേലെ കാണുന്ന നമ്മുടെ എപ്പിഡെർമിസ്, അതിന് നേരെ താഴെ ലെയറിൽ നമുക്ക് ഒരു ഫാറ്റ് ലെയർ ഉണ്ട്. ഈ ഫാറ്റ് ലെയർ ആണ് നമുക്ക് എന്താ വെച്ചാൽ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഫാറ്റി ലെയർ കുറച്ച് ഏജ്ഡ് ആവുന്ന സമയത്ത് കുറയും. അപ്പൊ അങ്ങനെ കുറയുന്ന സമയത്ത് അവരെപ്പോഴും ചില്ലിനെസ് കൂടുതലായിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നതാണ്. ഭയങ്കര ഇതാവാണ്, ചില്ലിയാണ്, ജസ്റ്റ് ഫാനിന്റെ ഒരു അതേ പറ്റുന്നില്ല, അത്രയും ചില്ലിയാണെന്നൊക്കെ രീതിയിൽ പറയും. അപ്പൊ അതെന്തുകൊണ്ടാ ഈ ഫാറ്റി ലെയർ ഇവരുത് കുറച്ച് കഴിയുന്ന സമയത്ത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാതെ വരുന്നത്. ഇനി അതേപോലെ തന്നെയാണ് ഫാറ്റ് ലെയർ പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ മെനി ഓർഗൻസ്. നമുക്കറിയാം കിഡ്നി, ഹാർട്ട്, പിന്നെ നമ്മളെ ഇൻഡസ്റ്റൈന് ഇതിനൊക്കെ കവർ ചെയ്തുകൊണ്ട് ഒരു ഫാറ്റി ലെയർ തന്നെ ഉണ്ട്. ഇതെന്താ വെച്ചാൽ നമ്മൾ ഒരു ചെറിയ ഇഞ്ചുറീസും കാര്യങ്ങളും ഈ ഉള്ളിലുള്ള ഓർഗന് ഡാമേജ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അത് ക്ലിയർ ആയിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടും. ഇപ്പൊ ഹാർട്ടിന്റെ ഒക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ആ ഒരു മഞ്ഞ ലെയർ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇതിലിങ്ങനെ പിക്ചേഴ്സിലൊക്കെ ഇങ്ങനെ കാണല്ലോ, ഒരു മഞ്ഞ കവർ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നത്. കിഡ്നീന്റെ മേലൊക്കെ കാണാൻ നമ്മള് ഇതിലൊക്കെ കണ്ടിട്ട് നമ്മള് പിക്ചേഴ്സിലൊക്കെ എപ്പോഴും കാണാം ഒരു ഇങ്ങനെ മഞ്ഞ തൊലി ഇങ്ങനെ. ആ മഞ്ഞ കവറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാറ്റി ലെയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫാറ്റി ലെയർ ഉണ്ടാകുമ്പോൾ നമ്മളെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ തന്നെ നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫാറ്റ് ഉണ്ടാകുന്ന ഫുഡ്, പൊതുവെ ഫാറ്റി ഫുഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നതല്ല, അതായത് ഒരു ചെറിയ ഫംഗ്ഷൻ ആയിട്ട് പറയാം. അപ്പൊ ഈ രീതിയിലാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ 1 ഗ്രാം ഫാറ്റ് സപ്ലൈ ചെയ്യുന്നത് 9 കലോറീസ് ഓഫ് എനർജി എന്നുള്ളതും പിന്നെ ലിനോലിക് ആസിഡ് ഒരു എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണെന്നുള്ളതും ഇതിന് എന്തായാലും കിട്ടും. ഇനി ഒരു ഫാറ്റിൻ്റെ തന്നെ പറയുന്ന ഒരു എക്സ്ട്രാ ടോപ്പിക് ആയിട്ട് പറയുന്നതാണ് വനസ്പതി. ഈ വനസ്പതി എന്നുള്ള പേര് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാല് നിങ്ങൾ ആ ഒരു നെയ്യിന്റെ ടൈപ്പ് കണ്ടിട്ടാവില്ലേ, ഒരു നമ്മള് ഒരു മഞ്ഞ കളറിലുള്ളൊരു നെയ്യിന്റെ ഒരു ടൈപ്പ്, അതിനാണ് ഈ വനസ്പതി എന്ന് പറയുന്നത്. പക്ഷെ ഈ വനസ്പതി എന്ന് പറയുന്നത് ആ ഒരു ബ്രാൻഡ് നെയിം അല്ല.
ഇത് ഒരു പ്രോസസ്സിനെയാണ് ശരിക്കും വനസ്പതി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ കോൾഗേറ്റ് എന്നൊക്കെ നമ്മളിങ്ങനെ ടൂത്ത് പേസ്റ്റ് നമ്മൾ അധികം യൂസ് ചെയ്യില്ലല്ലോ, കോൾഗേറ്റ് ഒന്നും യൂസ് ചെയ്യില്ല. അതേ രീതിയിൽ വന്നതാണ് ഈ വനസ്പതി എന്ന് ആ ഒരു നെയ്യിന്റെ ഒരു ടൈപ്പിന് വന്നത്. നമ്മൾ ഡാൽഡ ഒക്കെ യൂസ് ചെയ്യുന്ന ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു മഞ്ഞ ഇത് കണ്ടിട്ടില്ലേ, അതിനാണ് ഈ വനസ്പതി എന്ന് കൂടുതൽ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ വെച്ചാല് വെജിറ്റബിൾ ഓയിൽ ഹൈഡ്രോജനേറ്റ് ചെയ്യുക, ഒരു ഓപ്റ്റിമൽ ടെമ്പറേച്ചറും പ്രഷറും കൊടുത്തിട്ട് ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നമ്മൾ എന്താ വെച്ചാൽ ഇതിനെ ഹൈഡ്രോജനേഷൻ കൊടുക്കുക. അപ്പൊ ഹൈഡ്രോജനേഷൻ കൊടുക്കുന്ന സമയത്ത് ലിക്വിഡ് ഓയിൽ സെമി സോളിഡ് ആയിട്ടോ അല്ലെങ്കിൽ സോളിഡ് ഫാറ്റ് ആയിട്ടോ കൺവേർട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഹൈഡ്രോജനേറ്റ് ചെയ്ത ഫാറ്റിനെയാണ് നമ്മൾ വനസ്പതി അല്ലെങ്കിൽ വെജിറ്റബിൾ ഗീ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പിക്ചർ ജസ്റ്റ് വെക്കാൻ വിട്ടേ, കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഒരു മഞ്ഞ പാക്കറ്റില്ല ഒരു ഡാൽഡന്റെ അതിന്, അതിനാണ് പൊതുവെ ഇങ്ങനെ അതിനെ ഫസ്റ്റ് അതിന് വനസ്പതി എന്നുള്ള പേരിൽ തന്നെയാണ് അതൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ വെജിറ്റബിൾ ഓയിൽ ഇപ്പൊ സാധാരണ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ആയിരിക്കും അത്, ആ വെജിറ്റബിൾ ഓയിലിനെ നമ്മൾ ഓപ്റ്റിമൽ ടെമ്പറേച്ചറും പ്രഷറും വെച്ചിട്ട് ഹൈഡ്രോജനേഷൻ ചെയ്തിട്ട് ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹൈഡ്രോജനേഷൻ ചെയ്തിട്ട് ലിക്വിഡ് ഓയിലിനെ സെമി സോളിഡ് ആയിട്ടോ അല്ലെങ്കിൽ സോളിഡ് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യും. അപ്പൊ അതിനാണ് നമ്മൾ വെജിറ്റബിൾ വനസ്പതി അല്ലെങ്കിൽ വെജിറ്റബിൾ ഗീ എന്ന് പറയും. ഈ ഒരു പ്രോസസ്സിൽ ഡ്യൂറിങ് ദിസ് പ്രോസസ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എല്ലാം തന്നെ കൺവേർട്ടഡ് ഇൻടു സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആൻഡ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇങ്ങനത്തെ സമയത്ത് ഇതിലുള്ള എസെൻഷ്യൽ ഫാറ്റ് ESF നല്ലത് EFA എന്നാണ് കേട്ടോ. എസെൻഷ്യൽ ഫാറ്റി ആസിഡ് കണ്ടന്റ് ഡ്രാസ്റ്റിക്കലായിട്ട് റെഡ്യൂസ് ചെയ്യും. ഇപ്പൊ ഇതില് ചെറിയൊരു മിസ്റ്റേക്ക് ആണ്, ESF വരെ EFA എന്നാണ് അവിടെ വന്നിരുന്നത് കേട്ടോ. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് വെജിറ്റബിൾ ഓയിലിനാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോസസ് ചെയ്യുന്ന സമയത്ത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എല്ലാം തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും അതിൽ നോർമലി നമുക്ക് കിട്ടേണ്ടിയിരുന്ന എസെൻഷ്യൽ ഫാറ്റി ആസിഡിന്റെ കണ്ടന്റ് കുറയുകയും ചെയ്യും. പക്ഷെ ഇങ്ങനൊരു ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗീന്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അത് നമുക്ക് കുറച്ചും കൂടി ഹ്യൂമിഡ് ക്ലൈമറ്റിലൊക്കെ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഹോട്ട് ഹ്യൂമിഡ് ക്ലൈമറ്റിലൊക്കെ തന്നെ അതിന്റെ ക്വാളിറ്റി കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നില്ലത് മാത്രമാണ് ഈ വനസ്പതി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. പിന്നെ പക്ഷെ ഇതിൽ നമുക്ക് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് മാറിയിട്ട് സാച്ചുറേറ്റഡ് ആവുന്നില്ലെന്നാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. പക്ഷെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് since vanaspati is lacking in fat soluble vitamin, it is fortified with vitamin A and D by government regulation to the extent of 2500 international unit of vitamin A and 175 international unit of vitamin D per 100 gram. നമ്മൾ പറഞ്ഞു ഇതിൽ നമുക്ക് വേണ്ടപ്പെട്ട എസെൻഷ്യൽ ഫാറ്റി ആസിഡും അതേപോലെ തന്നെ കുറച്ച് ഇതിന്റെ വൈറ്റമിൻസും കാര്യങ്ങളും ഇതിൽ നിന്ന് പോകുന്നത് കൊണ്ട് ഇങ്ങനെ വനസ്പതി ചെയ്യുന്ന സമയത്ത് ഫോർട്ടിഫൈ ചെയ്യണമെന്ന് ഗവൺമെന്റ് ഒരു റൂൾ ഇറക്കി. ആ റൂളില് വൈറ്റമിൻ എയും ഡിയും ഇതിൽ ആഡ് ചെയ്തിട്ട് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു ഒരു റൂള് വന്നു. അതാണ് ഇപ്പൊ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വൈറ്റമിൻ എയും ഡിയും ആഡ് ചെയ്യുമ്പോൾ എന്താണ് അറ്റ്ലീസ്റ്റ് അതെങ്കിലും അതിൽ നിന്ന് കിട്ടും എന്നുള്ളത് വന്നു. ഓക്കെ, അപ്പൊ അതാണ് ഈ വനസ്പതി എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ട് വന്നിട്ട് വെജിറ്റബിൾ ഓയിലിനെ ഹൈഡ്രോജനേഷൻ ചെയ്തിട്ട് സോളിഡ് ഫാറ്റ് ആയിട്ടും അല്ലെങ്കിൽ സെമി സോളിഡ് ആയിട്ടോ കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ സമയത്ത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എല്ലാം തന്നെ മാറിയിട്ട് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആവും. അതേപോലെ തന്നെ എസെൻഷ്യൽ ഫാറ്റി ആസിഡിന്റെ കണ്ടന്റ് അതിൽ നിന്ന് കുറയുകയും ചെയ്യും. അങ്ങനെ കുറയുന്നതുകൊണ്ട് ഇതിന് സപ്ലിമെന്റേഷൻ എന്നുള്ള രീതിയിൽ വൈറ്റമിൻ എയും ഡിയും തന്നെ ഇതിൽ ആഡ് ചെയ്യണം എന്നുള്ളൊരു റൂള് വന്നു. അതിൽ എത്രയാണ് ആഡ് ചെയ്തതെന്നുള്ളത് ആവശ്യമില്ല. ഇനി നമുക്ക് രണ്ട് രീതിയിൽ ഫാറ്റ് പറയാം. നോർമലി നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ വിസിബിൾ ഫാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻവിസിബിൾ ഫാറ്റ് ഉണ്ട്. വിസിബിൾ ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് നാച്ചുറലി ആയിട്ട് നമ്മൾ ഇത് ഫാറ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് എടുക്കുന്ന കാര്യങ്ങൾ, സെപ്പറേറ്റഡ് ഫ്രം നാച്ചുറൽ സോഴ്സസ്. നമ്മൾ ഉപയോഗിക്കണം ഇതിപ്പോ ഫാറ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽസ് എല്ലാം തന്നെ നമ്മള് ഇതെന്നൊക്കെ പറയില്ലേ, ആൽമണ്ട് ഉണ്ടാക്കുന്ന ബദാം ഓയില്, പിന്നെ അങ്ങനെ കുറെ ആൽമണ്ട് ബദാം ഉണ്ടാക്കുന്ന അങ്ങനെ നമ്മൾ ആൽമണ്ട് ഓയിലൊക്കെ പറയില്ലേ, അതേ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഓയിലുകളെല്ലാം തന്നെ നമുക്ക് വിസിബിൾ ഫാറ്റ് ആണ്. സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് നാച്ചുറൽ സോഴ്സസ്, ഗീ ഫ്രം മിൽക്ക്, കുക്കിംഗ് ഓയിൽ ഫ്രം സീഡ്സ് ആൻഡ് നട്ട്സ്. ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓയിലുകളൊക്കെ തന്നെ വിസിബിൾ ഫാറ്റ് ആണ്. ഇനി ഇൻവിസിബിൾ ഫാറ്റ് നമ്മൾ അറിയുന്നില്ല, പക്ഷെ നമ്മൾ ഡെയിലി ഒരുപാട് രീതിയിൽ ഇത് എടുക്കുന്നുണ്ട്. നമ്മൾ വിസിബിളിനേക്കാൾ അതിനോട് നമ്മൾ വിസിബിൾ അല്ലാത്ത രീതിയിലൊക്കെ നമ്മൾ ഇൻവിസിബിൾ ഫാറ്റ് എന്ന് പറയും. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മൾക്ക് സിറിയല്, പൾസ്, നട്ട്സ് ഇതൊക്കെ നമ്മൾ വെറുതെ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഫാറ്റിനെയാണ് നമ്മൾ
ഇൻവിസിബിൾ ഫാറ്റ് എന്ന് പറയും. ഇപ്പൊ നമുക്കറിയാലോ അരിന്റെ ഒക്കെ തന്നെ സിറിയൽസിന്റെ ഒക്കെ അതിന്റെ പുറത്തത്തെ ലെയറിൽ ഇത്ര ഫാറ്റി കണ്ടന്റ് ഉണ്ടെന്നുണ്ട്. അപ്പൊ ഈ ഫാറ്റ് ഒക്കെ നമ്മളിപ്പോ ഡെയിലി എടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഫാറ്റ് കിട്ടും. പിന്നെ പൾസസ് നമുക്ക് എന്താണ് പൾസിൽ നിന്ന് നട്ട്സ് എന്നൊക്കെ നമ്മൾ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ പൾസ് നമ്മൾ വെറുതെ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഫാറ്റ് കിട്ടും. അങ്ങനെ ഇനി നമ്മൾ ഫാറ്റ് റിക്വയർമെന്റ് പറയുന്നുണ്ടെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഡയറ്ററി ഫാറ്റ് പ്രൊവൈഡ് 30-40% ഓഫ് ദി ടോട്ടൽ എനർജി. നമ്മൾ പറഞ്ഞു നമ്മൾ ടോട്ടൽ എനർജീന്റെ നമ്മൾ 30-40% നമ്മൾ എന്താണ് ഫാറ്റ് എന്നാണ് റിക്വയർ ചെയ്യുന്നത്. പിന്നെ ഈ ICMRന്റെ 2010 റെക്കമെൻഡ് ചെയ്യുന്നത് ഡെയിലി ഇൻടേക്ക് നോട്ട് മോർ ദാൻ 20% ഓഫ് ടോട്ടൽ എനർജി ടു ബി പ്രൊവൈഡഡ് ബൈ ഫാറ്റ്. അതെന്ന് വെച്ചാൽ നമ്മൾ ഫാറ്റ് കൊണ്ട് 20%ന്റെ മേലെ ഒരിക്കലും ഒരു ദിവസത്തിലേക്ക് ഫാറ്റ് ആയി പോകരുത് എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു എന്താണ് 2010 ഒരു റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട്. അതായത് 20% ബിലോ മാത്രം ഡെയിലി ഫാറ്റ് മതി എന്നുള്ളത്. ഇനി ഫാറ്റ് നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാക്കുന്നുള്ളത്, അല്ലെങ്കിൽ ഫാറ്റ് കൂടി അല്ലെങ്കിൽ ഫാറ്റ് കുറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഡിസീസുകളാണ് ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. ഫാറ്റ് നമ്മൾ എക്സസീവ് ആയിട്ട് കൺസപ്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നോർമലി നമുക്കറിയുന്നത് തന്നെ ഒബേസിറ്റി ഉണ്ടാകും. പിന്നെ ബ്ലഡ് വെസൽസിലൊക്കെ ഡിസീസ് ഉണ്ടാക്കും. ബ്ലഡ് വെസൽസിലുള്ള ഡിസീസ് എന്ന് പറഞ്ഞത് അതിറോസ്ക്ലീറോസിസ് എന്നാണ് അതിന് പറയാം. കാരണം എന്താ വെച്ചാൽ ഈ ഫാറ്റി ഡെപ്പോസിഷന് ഓരോരോ സ്ഥലത്ത് ചെറിയ ആദ്യം നമുക്കറിയാം ഈ ഫാറ്റി ആസിഡ്സും കാര്യങ്ങളൊക്കെ തന്നെ എവിടെയെങ്കിലൊക്കെ അടിഞ്ഞുകൂടും. ചെറിയ രീതിയിലാണ് ഇവർ അടിഞ്ഞുകൂടുക. പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് HDL, LDL, ടോട്ടൽ കൊളസ്ട്രോള്, VLDL, പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് ഈ കുറെ കാറ്റഗറി കാണാം. ഇതിലുള്ള ഈ ട്രൈഗ്ലിസറൈഡ്സും ഈ LDL ഒക്കെ തന്നെ നമ്മൾ ഈ ബ്ലഡ് വെസൽസിലൂടെ പോയിട്ട് എവിടെയെങ്കിലൊക്കെ അടിഞ്ഞുകൂടും. അപ്പൊ ഇവര് കമ്പനി അടിച്ച് കുറഞ്ഞ് കുറെ ആയിട്ട് അടിഞ്ഞുകൂടും. ആദ്യം 1-2 ആൾക്കാരായിരിക്കും. അപ്പൊ അതിങ്ങനെ കമ്പനി അടിച്ച് ഒരുപാട് അടിഞ്ഞുകൂടുന്ന സമയത്ത് അവിടെ എന്തായി അതിറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അതിരോമ ഫോം ചെയ്യും. ഈ അതിരോമ എന്ന് പറയുന്ന സാധനം അവിടെ ഒരു മാസമായിട്ട് ഇങ്ങനെ നിൽക്കുക ചെയ്യും. അപ്പൊ ഇവരെ നമ്മളെ ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡ് പോകുമ്പോൾ ഇവിടെ ഒരു വലിയൊരു നമ്മളെ റോഡിൽ ഒരു വലിയൊരു തടസ്സം കല്ല് വന്ന് നിന്നാൽ എങ്ങനെയായിരിക്കും നമ്മൾ വണ്ടിയൊക്കെ സൈഡിൽ കൂടെ എടുത്ത് പോകേണ്ടത്. അപ്പൊ അതേ രീതിയിൽ ബ്ലഡ് ഒക്കെ ഒന്ന് തിരിഞ്ഞു മറിഞ്ഞു പോകേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും. അപ്പൊ അവിടെ എന്തായിരിക്കും ഇങ്ങനത്തെ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ അറ്റാക്ക് ആയിട്ടും അങ്ങനെ ഓരോ പേരിലും അറിയപ്പെടും. തലച്ചോറിലേക്കാണെങ്കിൽ ബ്രെയിനിലേക്കുള്ളത് നമ്മൾ അതിന്റെ സ്ട്രോക്ക് എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ ഹാർട്ടിലേക്കാകുമ്പോൾ നമ്മളതിനെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നുള്ള രീതിയിലും കുറെ പേര് വിളിച്ച് പറയാം. ഇതൊക്കെ നമ്മൾ ഫാറ്റി കൺസപ്ഷൻ കൂടുന്ന സമയത്താണ് ഈ രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരും, എക്സസീവ് ആകുന്ന സമയത്ത്. ഇനി ഡെഫിഷ്യൻസി ആണെങ്കിലോ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്കിന്നിൽ നിർബന്ധമായിട്ടുള്ള ഒരു സാധനമാണ് ഫാറ്റ്. അതും എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ സ്കിന്നിന് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പൊ അതില്ല എന്നുണ്ടെങ്കിൽ റഫ് ആൻഡ് ഡ്രൈ സ്കിൻ ആവും, അല്ലെങ്കിൽ നമ്മൾ ടോഡ് സ്കിൻ എന്നാ പറയാം. തവളന്റെ സ്കിന്ന് പോലെ ഇങ്ങനെ ഒരു സ്കെയിലി ആയിട്ടുള്ള ഒരു സ്കിന്ന് കാണിക്കുന്നതാണ് നമ്മൾ ടോഡ് സ്കിൻ എന്ന് പറയും. അപ്പൊ അതിന് പറയുന്ന ഒരു പേരാണ് ഫ്രീനോഡെർമ എന്നുള്ളത്. നമ്മൾ ക്ലിനിക്കിൽ ഒരുപാട് ഉണ്ടാവും തൊലി ഇങ്ങനെ മുറിഞ്ഞു നിൽക്കുന്ന ടൈപ്പ്. അപ്പൊ അതിന് നമ്മൾ ഫ്രീനോഡെർമ എന്ന് പറയും. അപ്പൊ ഇവരുടെ സ്കിൻ എങ്ങനെയായിരിക്കും, സ്കിൻ ഇസ് ലസ്ട്രസ് ആൻഡ് സ്റ്റഡഡ് വിത്ത് ഹോണി ഫോളിക്കിൾസ്. സ്കിന്നെല്ലാം നോക്കുന്ന സമയത്ത് അങ്ങനെ ഹോണി ഫോളിക്കിൾസ് ആണ് ഉണ്ടാവും. അങ്ങനെ അങ്ങനെ കുറെ കുത്തു അതിനാണ് നമ്മൾ ചിക്കൻ പീൽ സ്കിൻ അങ്ങനെയൊക്കെ പറയാം. കുറെ രീതിയിൽ പേരുണ്ട്. കറുപ്പ് കുത്തായിട്ട് ഇങ്ങനെ നമ്മളെ മുട്ടിന്റെ ഒക്കെ കയ്യിന്റെ മുട്ടിന് കണ്ടിട്ടില്ലേ കുറെ പേര്. ഇപ്പൊ നിങ്ങളെയൊക്കെ തന്നെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ കാണാം കയ്യിന്റെ മുട്ടിൽ ഇങ്ങനെ കുറെ കുത്തായിട്ട് ഇങ്ങനെ കാണാം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തൊരു ഹോണി ഫോളിക്കസ് എന്ന് പറയാം. സോറി. അപ്പൊ അതൊക്കെ നമ്മൾ ഫാറ്റിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് കാണിക്കുന്നത്. റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ പറഞ്ഞിട്ട് ഡയറ്റ് ഹൈ ആയിട്ടുള്ള ഫാറ്റുകൾക്കൊക്കെ ഫാറ്റ് എടുക്കുന്നവർക്ക്, അതായത് ഡയറ്റിൽ ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ള ആൾക്കാർക്ക് കോളൻ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും വരാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ ഈ കോളൻ ക്യാൻസറിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ബീഫ് കൂടുതലായിട്ട് എടുക്കുന്നവർക്ക്, അങ്ങനെയൊക്കെയുള്ളവർക്ക് കോളൻ ക്യാൻസറിന് ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഈ ഒരു ബേസിസിലാണ് കൂടുതൽ പറയുന്നത്. ഫാറ്റി കണ്ടന്റ് കൂടുതലാകുന്ന സമയത്ത് കോളൻ ക്യാൻസറും പിന്നെ ബ്രസ്റ്റിന്റെ ക്യാൻസറും ഒക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഒരു പുതിയ സ്റ്റഡികളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ടൈപ്പ് ആയിരിക്കാം കാർബോഹൈഡ്രേറ്റിൽ നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഡയറ്റിൽ 80% പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് ചോദിച്ചത്. മലയാളികൾക്കൊക്കെ പ്രത്യേകിച്ചും ഒരു ചോറില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് എന്തോ കഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ, ഇന്ന് ഞാൻ ചോറ് വെച്ചില്ല എന്നാൽ ഇന്നും നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് കൂടുതൽ, എല്ലാവരും നല്ലതല്ല കൂടുതൽ പേരും ആ രീതിയിലാണ് നമ്മൾ ഇപ്പൊ പോകുന്നത്. നമ്മൾ ചോറ് വെച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ചപ്പാത്തിയിലും ചോറിലൊക്കെ കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് ഓൾമോസ്റ്റ് സെയിം ആണ്.
75, 72 എന്നുള്ള ആ ഒരു ചേഞ്ച് മാത്രമേ കാണിക്കൂ. പിന്നെ നമ്മൾ അതിലേക്ക് അടുത്തത് ഇപ്പോൾ കൂടുതൽ കണ്ടന്റ് വന്നത് മില്ലറ്റ്സ് ഉപയോഗിക്കും. മില്ലറ്റ്സിലാണെങ്കിലും ഇതിനൊരു ചെറിയ രീതിയിലുള്ള കുറവ് മാത്രമേ വരുന്നു. അപ്പൊ അതൊക്കെ ഒരു കാറ്റഗറിയാണ്. അപ്പൊ നമ്മൾക്ക് ഫുഡിന്റെ ഒരു കൺസെപ്റ്റിൽ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ് ആണ് എടുത്തു വന്നത്. ഇൻ ബാലൻസ് ഡയറ്റ് കാർബോഹൈഡ്രേറ്റ് പ്രൊവൈഡ് നോട്ട് മോർ ദാൻ 50 to 60% ഓഫ് ദി ടോട്ടൽ കലോറീസ് എന്ന് പറയുന്നത്. നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 50 to 60% മേലെ കാർബോഹൈഡ്രേറ്റ് ഒരിക്കലും പോകരുത്. അതായത് ബാക്കി നമ്മൾ പറഞ്ഞു ഇത്ര ഫാറ്റ് വേണം, ഇത്ര പ്രോട്ടീൻ നമ്മൾ എടുക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ കാർബോഹൈഡ്രേറ്റിന്റെ എമൗണ്ട് നമ്മൾ കുറച്ച് കുറക്കണം. ഇനി കാർബോഹൈഡ്രേറ്റ് കൂടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ് നമ്മളെ ബോഡിയിൽ ആവശ്യമില്ലാണ്ട് കാർബോഹൈഡ്രേറ്റ് വരുന്നതുകൊണ്ട് അതൊക്കെ സ്പെല്ലിങ് കുറെ തെറ്റുണ്ടാവും. ഞാൻ ഭയങ്കര ടൈപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. കൺവേർട്ടഡ് ഇൻടു എന്നാണ് കേട്ടോ, കൺവേർട്ടഡ് ഇൻടു ബോഡി ഫാറ്റ് എന്നാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെ അമിതമായിട്ടുള്ള രീതിയിൽ എടുക്കുന്ന സമയത്ത് ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ എനർജിക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് എടുത്ത് ബാക്കി എല്ലാവരും എന്താക്കും, ട്രൈഗ്ലിസറൈഡ് എന്നുള്ള രൂപത്തിൽ ഡെപ്പോസിറ്റ് ആവും. ഈ ട്രൈഗ്ലിസറൈഡ് പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുക്കാം. ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മൾ ഫാസ്റ്റിങ്ങിനൊക്കെ സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോഡി ഫാറ്റ് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ബോഡി നമ്മൾ വൈകുന്നേരം വരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. പക്ഷെ നമ്മൾ വൈകുന്നേരം വീണ്ടും അതിന്റെ ഡബിൾ കഴിക്കുന്നുണ്ട്. അപ്പൊ അത് പിറ്റേന്നൊക്കെ എടുക്കാനോട് സമയമുണ്ടോ? ഇല്ല. അങ്ങനെയാണ് ഈ ഒബിസിറ്റി നിലയ്ക്ക് അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കൂടുതലാകുന്ന സമയത്ത് വരുന്നത്. നമ്മളിപ്പോ 3 ചപ്പാത്തി കഴിച്ചു, പക്ഷെ നമ്മൾ 3 ചപ്പാത്തിയിൽ ഒറ്റ ചപ്പാത്തി മാത്രമേ നമ്മൾ എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ 2 ചപ്പാത്തി എന്താക്കി, ഈ 2 ചപ്പാത്തി കൊണ്ടിട്ട് ട്രൈഗ്ലിസറൈഡ് ആയി. ഈ ട്രൈഗ്ലിസറൈഡ് ആകുമ്പോൾ അത് വീണ്ടും നമുക്ക് ആവശ്യം, പിന്നെ നമ്മൾ പിറ്റേന്ന് ഉടുക്കുന്നുണ്ടല്ലോ, അപ്പൊ നെക്സ്റ്റ് ഡേ ഇത് നമുക്ക് ഡബിൾ ആയിട്ട് വരുന്നതുകൊണ്ട് ഇതെന്തായി, ബോഡി ഫാറ്റ് കൂടുതലായിട്ട് വരിക ചെയ്യാം. ഇതൊക്കെ ബോഡി ഫാറ്റ് ആയിട്ട് മാറുക ചെയ്യും. ഇനി നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ ആയിട്ട് സോഴ്സ് പറയുന്ന സമയത്ത് നമുക്കറിയാം സ്റ്റാർച്ച്, ഷുഗേഴ്സ്, സെല്ലുലോസ്, ഈ രീതിയിലാണ് കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ ആയിട്ട് സോഴ്സ് പറയാം. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാ അറിയാം, പൊട്ടാറ്റോ, പിന്നെ നമ്മളിപ്പോ പറഞ്ഞ രീതിയിലുള്ള റൈസ്, സെറിയൽസ്, മില്ലറ്റ്സ്, ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ഇന്ത്യക്കാർ നമ്മളിപ്പോ കാര്യമായിട്ട് എടുക്കുന്ന എല്ലാം എന്താണ്, സ്റ്റാർച്ചാണ്. ഈ സ്റ്റാർച്ച് എന്നാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് മെയിൻ ആയിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഷുഗേഴ്സ് നമ്മൾ എന്താണ് ഏതൊക്കെ രീതിയിൽ ഫുഡ് എടുക്കുന്നോ അതിലൊക്കെ നമ്മൾ എന്ത് പറയും, നമ്മൾ ഷുഗർ ഏതൊക്കെ രീതിയിലൂടെ നമ്മൾ ബോഡിക്ക് എത്താം അതെല്ലാം നമ്മൾ ഷുഗേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരും. പിന്നെ സെല്ലുലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ ഒരു റഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനാണ് നമ്മൾ സെല്ലുലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെല്ലുലോസ് നമ്മളെ ഹ്യൂമൻ ഡയറ്റിൽ സെല്ലുലോസ് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു വേറെ കാറ്റഗറി ആയിട്ടാണ് അവിടെ വെച്ചത്. ഇനി ഷുഗേഴ്സിൽ നമ്മൾ 2 ടൈപ്പ് ആയിട്ടാണ് പറയുന്നത്. മോണോസാക്കറൈഡ് ഉണ്ട്, അതേപോലെ തന്നെ ഡൈസാക്കറൈഡ് ഉണ്ട്. നമ്മൾ സെല്ലുലോസ് എടുത്ത് പറയുന്നത് ഒരു മിനിറ്റ്. സെല്ലുലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടഫ് ഫൈബ്രസ് ലൈനിങ് ഇൻ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സിൽ, സീരിയൽസിലൊക്കെ കാണുന്ന ഒരു ടഫ് ആയിട്ടുള്ള ഒരു ഫൈബ്രസ് ആയിട്ടുള്ള ഒരു ആ ലൈനിങ്ങിനെയാണ് നമ്മൾ അതിന് സെല്ലുലോസ് എന്ന് പറയുന്നത്. ഈ സെല്ലുലോസ് ഒക്കെയാണ് നമ്മൾ ബോഡി എന്താണ് നമ്മൾ സ്റ്റൂളിന് ബൾക്കായിട്ട് കൊടുക്കുന്ന സാധനം. ഇപ്പൊ നമ്മളൊരു പൈൽസ് അങ്ങനത്തെ എന്തെങ്കിലും കേസിലാണെങ്കിൽ സെല്ലുലോസ് കൂടുതലായിട്ടുള്ള ഫുഡാണ് കഴിക്കേണ്ടതെന്ന് പറയും. അപ്പൊ എന്താ വെച്ചാൽ ഇത് നമ്മൾ സ്റ്റൂളിന് ബൾക്ക് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇവാക്യുവേറ്റ് ചെയ്ത് പോകാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് ഡിഫിക്കേഷനും ഈ മലൊക്കെ ലൂസായിട്ട് പോകാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നാരുകൾ അടങ്ങിയ കൂടുതൽ ഭക്ഷണങ്ങളായിരുന്നു കൂടുതൽ നമ്മൾ സെല്ലുലോസ് കണ്ടന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓട്സ്, അതേപോലെ തന്നെ ഓറഞ്ച്, മുസമ്പി, ഇങ്ങനെയൊക്കെ മാങ്ങ, ഇങ്ങനത്തെയൊക്കെ ഫ്രൂട്ട്സുകൾ. ഇതിലൊക്കെ എന്താ വെച്ചാൽ സെല്ലുലോസ് കണ്ടന്റ് കൂടുതലായിരിക്കും. ഈ സെല്ലുലോസ് നമ്മൾ ഓൾറെഡി ഡൈജസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ബോഡി അധികം ഡൈജസ്റ്റ് ചെയ്യില്ല. അപ്പൊ അതൊക്കെ തന്നെ എന്താണ് എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പെട്ടെന്ന് നമ്മൾ ഒരുപാട് ബൾക്ക് ഉണ്ടാക്കിക്കൊണ്ട് എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ടോ. ഇനി മോണോസാക്കറൈഡ്സ് ഉണ്ട്. ഷുഗേഴ്സിന് നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കുന്ന 2 ടൈപ്പാണ്. മോണോസാക്കറൈഡ് ഉണ്ട്, ഷുഗേഴ്സ്, ഡൈസാക്കറൈഡ് ഉണ്ട്. മോണോസാക്കറൈഡ്സിൽ ഏതൊക്കെയായിരിക്കും എക്സാമ്പിൾ വരിക, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ഇതൊക്കെയാണ് എക്സാമ്പിൾ. ഇതൊക്കെ ജസ്റ്റ് സിമ്പിൾ ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം ബയോകെമിസ്ട്രിയിൽ ഈ പാർട്ടിന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാനുണ്ട്, മോണോസാക്കറൈഡ്സിൽ എക്സെപ്റ്റ്. അപ്പൊ നമുക്ക് സുക്രോസ് ഒക്കെ കാണുമ്പോൾ ഗ്ലൂക്കോസും സുക്രോസും നമ്മൾ എപ്പോഴും ഫ്രണ്ട്സ് ആയിട്ടാണ് പറയാം, പക്ഷെ അങ്ങനെയല്ല, ഡൈസാക്കറൈഡ് ആണ് സുക്രോസ്. അപ്പൊ അങ്ങനെയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ജസ്റ്റ് അതൊന്നും വിട്ടുപോകരുത്. മോണോസാക്കറൈഡിൽ വരുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആണ്. ഡൈസാക്കറൈഡിൽ വരുന്നതോ സുക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. നമ്മൾ എന്താണ് +2 ഇത് ചെയ്ത സമയത്ത് എല്ലാവർക്കും നല്ല നമ്മൾ ആ പിക്ചറും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാവും, നമ്മൾ ലാബിൽ നിന്ന് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതാണ് എന്നുള്ളത് ഒരു കൺസെപ്റ്റ് മാത്രം ഉണ്ടാക്കിയിട്ട് ഏതൊക്കെയാണ് ഷുഗേഴ്സിലെ മോണോസാക്കറൈഡ്, ഏതൊക്കെയാണ് ഡൈസാക്കറൈഡ് എന്നുള്ളത്. ഇനി നമ്മൾ ഒരു നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്.
വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്കറിയാലോ, വാസ്റ്റ് ആയിട്ടുള്ളൊരു ടൈപ്പാണ്. നമ്മൾ എല്ലാ ഓരോ വൈറ്റമിനും എന്തൊക്കെയാണ് അതിന്റെ എന്താണ്, ഇപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ രീതിയിൽ ഓരോ വൈറ്റമിൻസിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, ആ വൈറ്റമിന്റെ മെയിൻ ആയിട്ട് ഡെഫിഷ്യൻസി എന്താണ്, അതിന് നമ്മൾ എന്താണ് അതിനൊരു കീ പോയിന്റ്. ഇപ്പൊ നമ്മൾ വൈറ്റമിൻ എ ബ്ലൈൻഡ്നെസ്, ആ ഒരു രീതിയിൽ അതിന്റെ കീ പോയിന്റ് എന്താണെന്നുള്ളതും കൂടി നമ്മളൊരു ഇതിന് ലാസ്റ്റ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതെങ്കിലും ഓർമ്മ ഉണ്ടാവണം കേട്ടോ. അപ്പൊ വൈറ്റമിൻസ് പറഞ്ഞാൽ എന്താ, നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്താ, ഫാറ്റ് എന്താ, പ്രോട്ടീൻ എന്താ, അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ എന്താ, വൈറ്റമിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോംപ്ലക്സ് കെമിക്കൽ സബ്സ്റ്റന്റ് ആയിട്ടാണ് അതിനെ പറയുന്നത്. ടേക്ക് പാർട്ട് ആസ് കാറ്റലിസ്റ്റ് ഇൻ വേരിയസ് പ്രോസസ്. നമ്മളെ ബോഡിയിൽ നമുക്ക് നമ്മളെ ബോഡിയിൽ കുറേ എന്താണ് കെമിക്കൽ പ്രോസസ്സുകളും കാര്യങ്ങളും നടക്കണം. അപ്പൊ ഈ നടക്കാൻ വേണ്ടിയിട്ട് ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്ന ഒരു ടൈപ്പാണ് വൈറ്റമിൻ എന്ന് പറഞ്ഞൊരു ടൈപ്പാണ്. പിന്നെ നമ്മുടെ ബോഡി നമുക്ക് ഇൽ ഹെൽത്ത്, ഇൻഫെക്ഷന്, ഡിസീസുകൾ ഇതൊക്കെ വരുന്നതിന് തടയുന്നത് എപ്പോഴും വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻ ബോഡിയിൽ ഇല്ലാണ്ടാവുന്ന സമയത്താണ് ഈ രീതിയിലുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ വരാനുള്ള സാധ്യത ഉള്ളത്. ഇനി നമ്മൾ വൈറ്റമിൻസ് എപ്പോഴും നമ്മൾ 2 ടൈപ്പായിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ഉണ്ട്, വാട്ടർ സോലുബിൾ വൈറ്റമിൻ ഉണ്ട്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ബോഡിയിൽ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ബോഡിയിൽ നമ്മൾ വൈറ്റമിൻസ് എടുത്തിട്ട് നമ്മുടെ ബോഡിയിൽ ഇതിന് അബ്സോർപ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഫാറ്റ് കണ്ടന്റ് വേണം. മെയിനായിട്ട് എക്സാമ്പിൾ മാത്രം പഠിച്ചു വെക്കുക, അല്ല ഇത് ഏതൊക്കെയാണ് ടൈപ്പ് എന്ന് പഠിച്ചു വെക്കുക. കാരണം എന്താണ് എക്സെപ്റ്റിൽ മാത്രമാണ് ഇത് എപ്പോഴും വരിക. വൈറ്റമിൻ ബി ഇവിടെ കിടക്കുമ്പോൾ അവിടെയാണോ കൺഫ്യൂഷൻ വരരുത്. വൈറ്റമിൻ എ, ഡി, ഇ, കെ ഇതാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. എ, ഡി, ഇ, കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പിന്നെ വാട്ടർ സോലുബിൾ വൈറ്റമിൻ 2 ടൈപ്പാണ്. വൈറ്റമിൻ ബിയും സിയും ആണ് നമ്മൾ വാട്ടർ സോലുബിൾ വൈറ്റമിൻ. അപ്പൊ അതിന് നമ്മൾ ഫാറ്റിന്റെ ആവശ്യമില്ല, നമ്മളെ വെള്ളത്തിൽ തന്നെ ഇവര് ലയിച്ചു പോയിക്കോളും. അതുകൊണ്ട് ഇതിന് അബ്സോർപ്ഷനും കാര്യങ്ങളും ഈസിയാണ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡിലൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ, ഫുഡിന്റെ കൂട്ടത്തിൽ തന്നെ എന്തുണ്ടെങ്കിൽ അത് ഈസിലി അബ്സോർപ്ഷൻ നടക്കും. ഇനി വൈറ്റമിൻ സി അവിടെ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറയാനുണ്ട്. വൈറ്റമിൻ ബിനെ നമുക്ക് ടൈപ്പുകളായിട്ട് കുറച്ച് പറയുന്നുണ്ട്. B1, B2, B3, B5, B6, B7, B9, B12. അപ്പൊ ഇതിൽ എസെൻഷ്യൽ വൈറ്റമിൻ ആയിട്ട് നമ്മൾ പറയണതും നോൺ എസെൻഷ്യൽ വൈറ്റമിൻ ആയിട്ടും പറയണം. അപ്പൊ നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വയലറ്റ് കളറിൽ വൈറ്റമിൻ B7 നമുക്ക് അത്രയും എന്താണ് ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോകാം. അതേപോലെ തന്നെ പക്ഷെ ഈ ഡിയും കെയിനും, ഡീനെ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല, അത് കുറച്ച് മുന്നത്തെ ആയിരിക്കും. കാരണം ഡീനെ ഇപ്പൊ നമ്മൾ എസെൻഷ്യലിലേക്ക് തന്നെ പോവാണ്, കാരണം അത് അത്രയും ഡിസീസുകളും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. മുന്നേ എന്താ വെച്ചാൽ നമുക്ക് ഫുഡിലൂടെ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ കൂടെ സൺ എക്സ്പോഷർ കിട്ടുന്ന സമയത്തും സ്കിന്നിൽ നമ്മൾ ഡയറക്റ്റ് എക്സ്പോഷർ സണ്ണിന്റെ ഇത് വരുന്ന സമയത്ത് നമുക്ക് വൈറ്റമിൻ ഡി നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് നോൺ എസെൻഷ്യൽ വൈറ്റമിൻ വന്നത്. അതായത് നമ്മൾ ഭക്ഷണത്തിലൂടെ എടുത്തിട്ടില്ലെങ്കിൽ കൂടെ നമുക്ക് പുറമേ നിന്ന് കിട്ടുന്നില്ല, ഇതിനാണ് നമ്മൾ നോൺ എസെൻഷ്യൽ വൈറ്റമിൻ എന്ന് പറയുന്നത്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലിമെന്റ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ഫുഡിലൂടെ ഡയറക്റ്റ് എടുത്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. വൈറ്റമിൻ എ, അതേപോലെ വൈറ്റമിൻ ഇ ഒക്കെ അത് നമുക്ക് നമ്മുടെ ഫുഡിലൂടെ മാത്രമേ കിട്ടുള്ളൂ, അല്ലാണ്ട് എക്സ്റ്റേണൽ സോഴ്സ് ഒന്നും കിട്ടൂല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എസെൻഷ്യൽ വൈറ്റമിൻ, നോൺ എസെൻഷ്യൽ വൈറ്റമിൻ നമ്മൾ പറയുന്നത്. ഇനി ഒരു ചാർട്ട് ഉണ്ട്, ഈ ചാർട്ടിലെ പേരുകൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് ഏതാണ് എന്താന്നുള്ളത് മാത്രമാണ് നമുക്ക് പേരുകൾക്കാണ് പ്രശ്നം വരുന്നത്. നമുക്കറിയാം വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ സിംറ്റംസ് കാര്യങ്ങളും പറയും, പക്ഷെ വൈറ്റമിൻ എനെ നമ്മൾ റെറ്റിനോൾ എന്നുള്ള പേരിലാണ് പറയാ. വൈറ്റമിൻ B1 ബിയുടെ കാറ്റഗറി ഒക്കെ ഓരോ പേരുകളുണ്ട്. നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയും, പക്ഷെ എന്നാലും ജസ്റ്റ് ഇതൊന്ന് ഇവിടെ തന്നെ പഠിച്ചു പോവാ, അറിയണാണ്, എന്നാലും ഒന്ന് ബ്രഷപ്പ് ചെയ്തോളാം കേട്ടോ. B1 നമ്മൾ തൈമിൻ എന്ന് പറയും, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B6 പിരിഡോക്സിൻ, B9 കൊബാലമിൻ, വൈറ്റമിൻ സി എസ്കോബിക് ആസിഡ്, വൈറ്റമിൻ D2 എർഗോ കാൽസിഫറോൾ, വൈറ്റമിൻ D3 കോളികാൽസിഫറോൾ, വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. ഇത്രയും പേരുകളുണ്ട്. അപ്പൊ നമ്മള് നിയാസിൻ ഏതാന്നുള്ളത് വൈറ്റമിൻ B3 ആണ്. പിന്നെ അസ്കോബിക് ആസിഡ് ഏതാ, വൈറ്റമിൻ സി ആണ്. തൈമിൻ ഏതാ, B1 ആണ്. പിന്നെ റെറ്റിനോൾ വൈറ്റമിൻ എ. ഇതാണ് കൂടുതലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് വരാറുള്ളത്. ഇനി നമ്മൾ വൈറ്റമിൻ എനെ പറ്റിയിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാണ്. വൈറ്റമിൻ എ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, വൈറ്റമിൻ എ ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. പിന്നെ അതിന്റെ പേരെന്താ, റെറ്റിനോൾ ആണ്. നമ്മള് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ തന്നെ വൈറ്റമിൻ എ ആണ് മേജർ കോസ് ഓഫ് ദി പ്രിവെന്റബിൾ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു കാരണം. പ്രിവെന്റബിൾ ബ്ലൈൻഡ്നെസ്, അതായത് നമുക്ക് ബ്ലൈൻഡ്നെസ് തടയാമായിരിക്കും
അതിനെ പറ്റിയിട്ട് ബ്ലൈൻഡ്നെസ് തടയാൻ പറ്റുന്ന ബ്ലൈൻഡ്നെസിന്റെ മേജർ കോസിൽ വൈറ്റമിൻ എ ആണ് ഇന്ത്യയിൽ പറയുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ ആലോചിച്ച് വെക്കുക. മേജർ കോസ് ഓഫ് ദി പ്രിവെന്റബിൾ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എയുടെ സോഴ്സ് എന്തൊക്കെയായിരിക്കും? നമുക്കറിയാം ആനിമൽ ഫുഡിൽ നിന്നും കിട്ടും, പിന്നെ അതേപോലെ തന്നെ പ്ലാന്റ് ഫുഡിൽ നിന്നും വൈറ്റമിൻ എ കിട്ടും. ആനിമൽ ഫുഡിൽ നിന്ന് കിട്ടുന്നതൊക്കെ പ്രീ ഫോംഡ് വൈറ്റമിൻ ആണ്, അതായത് ഓൾറെഡി സെറ്റ് ആണ്. നമ്മൾ അത് ജസ്റ്റ് എടുത്താൽ മതി. അത് അതേപോലെ തന്നെ നമ്മൾ ബോഡിയിൽ പോയിട്ട് എന്താണ് അതിന്റെ ആക്ഷൻ നടത്തുന്നതിനാണ് നമ്മൾ പ്രീ ഫോംഡ് വൈറ്റമിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, റെറ്റിനോൾ എന്നൊരു പേര്. ഇതിലെ മെയിൻ ആയിട്ട് നമ്മൾ വൈറ്റമിൻ എ റെറ്റിനോൾ എന്നാണ് പറയാം. അതായത് ആനിമൽ ഫുഡ് തന്നെയാണ് അതിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ ഫോംഡ് വൈറ്റമിൻ ആണ്, നമ്മൾ ജസ്റ്റ് എടുത്താൽ തന്നെ അത് ബോഡിയിൽ അബ്സോർപ്ഷൻ ആയിക്കോളും. പിന്നെ പ്ലാന്റ് ഫുഡിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ആണ് നമ്മൾ പ്രോ വൈറ്റമിൻ എന്ന് പറയുന്നത്. അത് കെരോട്ടൈൻ എന്നുള്ള ഫോമിലാണ് നമ്മൾക്ക് പ്ലാന്റിൽ നിന്ന് കിട്ടുക. അത് ഈ കെരോട്ടൈൻ എന്നുള്ളത് നമ്മുടെ ബോഡിയിൽ എത്തിയിട്ട് റെറ്റിനോൾ എന്നുള്ള ഫോമിലേക്ക് അത് കൺവേർട്ട് ചെയ്യാം. ബോഡി കൺവേർട്ട് ചെയ്തോളും. പക്ഷെ അതിന്റെ പേര് അപ്പൊ നമ്മൾ കെരോട്ടൈൻ, പ്ലാന്റ് ഫുഡിന് പ്രോ വൈറ്റമിൻ അല്ലെങ്കിൽ കെരോട്ടൈൻ എന്നാണ് പറയുന്നത്. ആനിമൽ ഫുഡിൽ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും? നമ്മൾ പറയുന്നുണ്ട് ലിവർ, എഗ്, ബട്ടർ, ചീസ്, ഹോൾ മിൽക്ക്, ഫിഷ്, മീറ്റ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വൈറ്റമിൻ ഇന്റെ ആനിമൽ ഫുഡിന്റെ മെയിൻ ആയിട്ട് സോഴ്സ് പറയുന്നത്. അതിൽ തന്നെ ഫിഷ് ലിവർ ഓയിൽ ഇസ് ദ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് ദി റെറ്റിനോൾ എന്ന് എടുത്ത് പറയുന്നുണ്ട്. സോറി, റെറ്റിനോളിന്റെ റിച്ചസ്റ്റ് സോഴ്സ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫിഷ് ലിവർ ഓയിൽ തന്നെയാണ്. നമ്മൾ ഈ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരിക, അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വരിക, എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പൊ കൂടുതലായിട്ടും എന്താണ് ഫിഷ് ലിവർ ഓയിലിന്റെ ക്യാപ്സ്യൂൾ എടുക്കാൻ പറയാറുണ്ട്, സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഈ ഒരു ബേസിസിലാണ് വരുന്നത്. കാരണം വൈറ്റമിൻ എ ഡെഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലും എന്താണ് ഇപ്പൊ കണ്ണിലേക്ക് പ്രശ്നങ്ങൾ വരാം, സ്കിന്നിൽ പ്രശ്നങ്ങൾ വരാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതാണ് റിച്ചസ്റ്റ് സോഴ്സ്. അപ്പൊ അത് സപ്ലിമെന്റ് ചെയ്യാം. പിന്നെ നമ്മൾ നോൺ എടുക്കുന്ന ആൾക്കാരോടൊക്കെ കൂടുതൽ പറയാറുണ്ട് ലിവർ നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഏത് ഓർഗൻ മീറ്റിന്റെ ലിവർ ഏതായാലും കുഴപ്പമില്ല, അതെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ എഗ്, ബട്ടർ, ചീസ് ഇതിൽ നിന്നൊക്കെ കിട്ടും. പ്ലാന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ദി വൈറ്റമിൻ എ ചീപ്പസ്റ്റ് സോഴ്സ് ആണ്. അപ്പൊ അതിന് ഗ്രീൻ ലീഫി വെജിറ്റബിൾ, സ്പിനാച്ച്, അമരാന്ത, അതായത് നമുക്ക് എന്താണ് ഈസിലി അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് കിട്ടുന്നത് സ്പിനാച്ച്, അമരാന്ത് എന്നൊക്കെ തന്നെ പ്ലാന്റ് ഫുഡിൽ നമുക്ക് വൈറ്റമിൻ എ കിട്ടും. ഗ്രീൻ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ചിട്ട് കരോട്ടിൻ കണ്ടന്റ് കൂടുതലായിക്കൊണ്ടിരിക്കും. നമ്മൾ ഡാർക്കർ ആയിട്ടുള്ള ഇലകൾ കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. നമ്മൾ പക്ഷേ മുരിങ്ങയൊക്കെ കഴിക്കുന്ന സമയത്ത് ലൈറ്റ് ആയിട്ടുള്ള ഇലകളാണ് കൂടുതൽ എല്ലാവരും എടുക്കുക, അതാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ തിരിച്ചാണ്, ഡാർക്കർ ആയിട്ടുള്ള ഇലകളാണ് കുറച്ചും കൂടി എന്താ കരോട്ടിൻ കണ്ടന്റ് കൂടുതലുണ്ട്. അതേപോലെ തന്നെ ഈ വൈറ്റമിൻ എ കൂടുതൽ പ്രസന്റ് ആണ് നമ്മളെ മോസ്റ്റ് ഓഫ് ദ ഗ്രീൻ യെല്ലോ ഫ്രൂട്ട്സിലൊക്കെ തന്നെ വൈറ്റമിൻ എ പ്രസന്റ് ആണ്. നമ്മള് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് പപ്പായ, മാംഗോ, പിന്നെ അങ്ങനെ ഉള്ള എല്ലാ രീതിയിലുള്ള ഫ്രൂട്ടിലും ആ ഒരു മഞ്ഞ പച്ച കളറൊക്കെ കാണിക്കുന്ന കളർഫുൾ ഫ്രൂട്ട്സ് എപ്പോഴും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ റൂട്ടിന്റെ കേസിലാണെങ്കിൽ ക്യാരറ്റ്സ്, അപ്പൊ അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള എല്ലാ രീതിയിലും ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ തന്നെ വൈറ്റമിൻ എ പ്രസന്റ് ആണ്. ഇനി കരോട്ടിനോയിഡിൽ ബീറ്റ കരോട്ടിൻ ആണ് നമുക്ക് വൈറ്റമിൻ എന്റെ ഹയസ്റ്റ് ആക്ടിവിറ്റി കാണിക്കുന്നത്. ബീറ്റ കരോട്ടിൻ എന്നാണ് അതിന്റെ നമ്മൾ കരോട്ടിനോയിഡിന്റെ ഫോം വരുന്നത്. അപ്പൊ ബീറ്റ കരോട്ടിൻ ആണ് ഇതിൽ കൂടുതലായിട്ട് വൈറ്റമിൻ എ കാണിക്കുന്ന ഒരു സാധനം. ഈ കരോട്ടിൻ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, കരോട്ടിനെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വൈറ്റമിൻ എ ആയിട്ട് നമുക്ക് റെറ്റിനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഈ റെറ്റിനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എവിടുന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് നമ്മൾ എടുത്തു. ഇപ്പൊ കരോട്ടിനായിട്ട് നമ്മളിപ്പോ ഒരു ക്യാരറ്റ് എടുത്തു എന്ന് വിചാരിച്ചു. അപ്പൊ ഈ ക്യാരറ്റിന്റെ കരോട്ടിനോടിനെ കൊണ്ടിട്ട് എന്തെങ്കിലും കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഈ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ പോയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഈ പ്രശ്നം ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ ആക്ഷന് നമ്മൾ മാൽനറിഷ്ഡ് ചിൽഡ്രനിലെ അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ഡയറിയുള്ള ആൾക്കാരിലൊന്നും തന്നെ ഈ പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കൂല. അപ്പൊ അവർക്ക് എന്തുണ്ടാകും, വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതാണ് ഇപ്പൊ ഒരു പ്രശ്നം വരാം. ഇപ്പൊ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കംപ്ലൈന്റ് ആണ് നമ്മൾ എന്താ പറയാ, ക്രോണിക് ആയിട്ട് ഡയറി വരാം. അപ്പൊ എന്താ, എപ്പോഴും ഫ്ലഷ് ഔട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലെ, അവിടേക്ക് എത്തുന്നു അത് ഫ്ലഷ് ഔട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്താ, വൈറ്റമിൻ എ അവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് അബ്സോർപ്ഷൻ ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുന്നില്ല. പിന്നെ മാൽനറിഷ്ഡ് ആയിട്ടുള്ള ചിൽഡ്രനിൽ തന്നെയാണ് പ്രശ്നം, അവരുടെ എല്ലാ രീതിയിലും വീക്ക് ആയിരിക്കും അവർ. അപ്പൊ അവർക്കും ഈ അബ്സോർപ്ഷൻ കാര്യമായിട്ട് നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ കരോട്ടിൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ അവര് വെജിറ്റബിൾ ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് റിസൾട്ട് കിട്ടില്ല. അപ്പൊ അവർക്ക് നമ്മൾ പക്കായിട്ടുള്ള ആനിമൽ ആയിട്ടുള്ളത് തന്നെ കൊടുക്കണം. അതായത് ആനിമൽ ആയിട്ടുള്ള വൈറ്റമിൻ എ കൊടുത്താൽ മാത്രമേ അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. കൺവേർഷൻ എന്നുള്ള പ്രോസസ്സ് അവർക്ക് വളരെ കുറവായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫോർട്ടിഫൈഡ് ഫുഡ് കൊടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫുഡ് ഫോർട്ടിഫൈഡ് വിത്ത് വൈറ്റമിൻ എ, വനസ്പതി, മിൽക്ക്, ഇതൊക്കെയാണ് ഇങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് സോഴ്സ് ആയിട്ട് പറയാം.
ഇപ്പൊ നമ്മൾ മിൽക്ക് പാലിന്റെ പാക്കറ്റ് ഒക്കെ നോക്കുമ്പോൾ അതിലുണ്ടാവും എന്താണ് ഫോർട്ടിഫൈഡ് വിത്ത് വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ ഡി എന്നുണ്ടാവും. അപ്പൊ അതാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് നമ്മൾ ഇതിലൊക്കെ കാണാം, മറ്റേ എന്താണ് പാസ്ത അങ്ങനത്തേലൊക്കെ കാണാം എന്താണ് ഫോർട്ടിഫൈഡ് വിത്ത് വൈറ്റമിൻ എ ഡി. അതിനുള്ളിൽ എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷെ എന്നാലും ഗവൺമെന്റ് റൂള് പ്രകാരം ഇത് ഫോർട്ടിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഈ ഫോർട്ടിഫൈഡ് ഫുഡ് എടുക്കുക എന്നുള്ളത് പറയുന്നത്. ഇനി കുറച്ച് വൈറ്റമിൻ എന്റെ കണ്ടന്റില് ഫുഡ്സ് പറയുന്നത് ഇപ്പൊ ടെക്സ്റ്റിൽ ഒരു ഇങ്ങനെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് പറയാനേ ഉള്ളൂ. പിന്നെ മൈക്രോഗ്രാമിലാണ് നമ്മൾ ഇതിന്റെ ഒരു കണ്ടന്റ് പറയുന്നത്. അതിൽ ഹാലിബർട്ട് ലിവർ ഓയിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ കണ്ടന്റ് ഉള്ളത്. അപ്പൊ ഹാലിബർട്ട് ലിവർ ഓയിൽ 9 ലാക്ക് വരെ ഇത് പറയുന്നുണ്ട്. അത്രയും നമുക്ക് 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ തന്നെ അത്രയും വൈറ്റമിൻ എ കിട്ടും. പക്ഷെ അത് നമുക്ക് അത്ര അവൈലബിൾ അല്ല. പിന്നെ നമ്മൾ പറയുന്നത് കോഡ് ലിവർ ഓയിലാണ് ഇപ്പൊ നമ്മൾ ക്യാപ്സ്യൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിലാണെങ്കിൽ തന്നെ നമുക്ക് എന്താണ് 18,000 വരെ അതിൽ നിന്ന് കിട്ടാം. പിന്നെ ഇത് കുറേ സാധനമുണ്ട്, ഞാൻ ജസ്റ്റ് ഞാൻ വെറുതെ എടുത്ത് എഴുതിയെന്നുള്ളൂ. ക്യാരറ്റില് 1167, സ്പിനാച്ചില് 607, എഗ്ഗില് 140, ചീസില് 350, ഇങ്ങനെയൊക്കെ ഇതിൽ. പിന്നെ എല്ലാ ഇതിനും പറയുന്നുണ്ട്. ഓരോ കണ്ടന്റ് എടുത്തിട്ട് സീരിയൽസിൽ എത്രയാണ്, മിൽക്കിൽ എത്രയാണ്, എഗ്ഗിൽ എത്രയാണ്, അങ്ങനെ ഓരോന്നിനും എടുത്തിട്ട് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക. കൂടുതലായിട്ടും ഹാലിബർട്ട് ലിവർ ഓയിലാണ് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് ദി വൈറ്റമിൻ എ എന്ന് പറയുന്നത്. 100 ഗ്രാമിൽ തന്നെ 9 mcg വരെ വരുന്നുണ്ട്, 9 ലാക്ക് mcg വരെ വരുന്നുണ്ട്. കോഡ് ലിവർ ഓയിലാണ് നമ്മൾ ഈസിലി അവൈലബിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് 18,000 കിട്ടുന്നുണ്ട്. ഇനി വൈറ്റമിൻ എന്റെ ഫംഗ്ഷൻ എന്താ, അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്നുള്ളത്. വൈറ്റമിൻ എ appears in the retina of the eye and it's important for the vision of the health. നമ്മളെ വിഷൻ ഹെൽത്തിലാണല്ലോ ഇപ്പൊ എന്താണ് ഐന്റെ വിഷനിലാണല്ലോ നമ്മൾ കൂടുതലും വൈറ്റമിൻ എ പറയുക. ക്യാരറ്റ് എടുത്താല് കണ്ണിന് നല്ലതാണ്, നമ്മൾ അങ്ങനെ തന്നെയല്ലേ പറയാം. അപ്പൊ വൈറ്റമിൻ എ കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാഴ്ചക്കും ഇതിനൊക്കെ തന്നെ എന്താണ് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണ് ഐന്റെ പ്രശ്നങ്ങളായിട്ടുള്ള ഫറ്റീഗ്, ഗ്ലൂക്കോമ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം, ഇങ്ങനെ ഏതും ആയിക്കോട്ടെ ഇതിനൊക്കെ തന്നെ വൈറ്റമിൻ എ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതില്ലെങ്കിൽ ഈ സിംറ്റംസ് കാണിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മൾ നേരത്തെ എടുത്തു പറഞ്ഞ രീതിയിൽ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ എന്താണ് വൈറ്റമിൻ എക്ക് നല്ലൊരു റോളുണ്ട്. ആനിമൽ ഫാറ്റ് നമുക്ക് മിൽക്ക്, ചീസ്, എഗ് എന്നൊക്കെയാണ് കൂടുതൽ. എഗ്ഗിൽ തന്നെ എഗ്ഗിന്റെ യോക്ക് പാർട്ടിലാണ് കൂടുതലായിട്ട് കിട്ടാന്ന് പറഞ്ഞിട്ട്. പിന്നെ ബീറ്റ കരോട്ടീൻ എന്നുള്ള ഫോമിൽ നമുക്ക് കിട്ടുന്നത് ക്യാരറ്റ്സ്, സ്പിനാച്ച്, മാംഗോ, പീച്ച് ഇതിന്നൊക്കെയാണ് കൂടുതലായിട്ട് കിട്ടുക. ഇനി വൈറ്റമിൻ എന്റെ ഫംഗ്ഷൻസ് ഇപ്പൊ പറഞ്ഞ ഫംഗ്ഷൻ തന്നെയാണ്. സിഗ്നിഫിക്കന്റ് റോള്, മെയിൻ ആയിട്ട് റോള് വിഷനിൽ മെയിൻ ആയിട്ട് റോൾ ഉണ്ട്. അതേപോലെ തന്നെ എപ്പിത്തീലിയൽ സെൽസ്, നമ്മളെ സ്കിന്നിലൊക്കെ തന്നെ എപ്പിത്തീലിയൽ സെൽസിന്റെ ഇന്റഗ്രിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ എ ആവശ്യമാണ്. അതേപോലെ നമ്മളെ ഗ്ലൈക്കോ പ്രോട്ടീൻസ്, പ്രോട്ടീന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഗ്ലൈക്കോ പ്രോട്ടീൻ. അപ്പൊ ഈ ഗ്ലൈക്കോ പ്രോട്ടീൻ അതിന്റെ സിന്തസിസിനും കാര്യത്തിനൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പൊ അതിന്റെ സിന്തസിസിന് വേണ്ടിയിട്ട് വൈറ്റമിൻ എ വേണം. പിന്നെ ഒരു പ്രാവശ്യം കുറെ പറഞ്ഞ തന്നെ ഇമ്മ്യൂണിറ്റീനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷനെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ എ വേണം. പിന്നെ സെല്ലുലാർ, അതേപോലെ ഇൻട്രാ സെല്ലുലാർ, അതൊക്കെ സ്കിന്നിന്റെ ഓരോ ആവശ്യങ്ങളില്ലെന്നാണ്. അതിനൊക്കെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ റീപ്രൊഡക്ഷനും അതേപോലെ ഗ്രോത്തിലൊക്കെ തന്നെ വൈറ്റമിൻ എക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. അപ്പൊ ഒരു അഡൾട്ട് മാന് നമ്മൾ എന്താണ് ടെക്സ്റ്റിൽ കുറേ ഇത് പറയുന്നുണ്ട്. ഇത്ര mcg അഡൽട്ടിൽ വേണം, ഇത്ര പ്രഗ്നൻസി, ഇത്ര ലാക്ടേഷനിൽ, കുട്ടികൾക്ക് ഇത്ര, അങ്ങനെ ഓരോരോ ടൈപ്പ് പറയുന്നുണ്ട്. ഒരു ആവറേജ് നമ്മളൊരു 600 mcg പഠിച്ചു വെക്കാം. ഈ 600 mcg ആണ് നമ്മളൊരു ആവറേജ് ആയിട്ടുള്ള ഒരു ടൈപ്പ് പറയുന്നത്. അപ്പൊ ഒരു 900 എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ചിലയിടത്തൊക്കെ 600 to 900 എന്നുള്ള രീതി പറയുന്നു. അപ്പൊ നമ്മളൊരു 600 നോക്കി വെക്കാം. അപ്പോൾ അഡൽട്ട് മാന് 600 mcg റെറ്റിനോൾ ആണ്. വുമണിനും സെയിം തന്നെയാണ്, 600 mcg റെറ്റിനോൾ തന്നെയാണ്, മൈക്രോഗ്രാം ആണ്. പ്രഗ്നൻസിയിലാകുമ്പോൾ അത് എന്തായാലും കുറച്ചും കൂടി കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അവിടെ എത്രയായി, 800 മൈക്രോഗ്രാം. ലാക്ടേഷൻ ആകുമ്പോൾ എന്തായി, കുറച്ചും കൂടി കൂടുതൽ വേണ്ടി വരും. കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അമ്മക്കുള്ളത് കൂടി വരുമ്പോൾ 950 മൈക്രോഗ്രാം. അപ്പൊ ഇത്രയാണ് നമ്മൾ അതിന്റെ റെറ്റിനോളിന്റെ കണക്ക് പറയുന്നത്. അപ്പൊ ഒരു ഇൻഫാന്റിന്റെ കേസിൽ ഓൾറെഡി മദറിന് എടുത്തത് കുറച്ചു കാലം, ഒരു 0 to 12 months വരെ മദറിന് എടുത്ത വൈറ്റമിൻ എ നമ്മുടെ ബോഡിയിൽ ഉണ്ടല്ലോ, കുട്ടികളുടെ ബോഡിയിലുണ്ട്. അപ്പൊ അതിൽ കുട്ടികൾക്ക് ഒരു 350 ഡെയിലി കിട്ടിയാൽ മതി. ഫീഡിങ്ങിലൂടെയാണ് ഇപ്പൊ ഇത് പറയുന്നത്. പിന്നെ 1 to 6 years വരെ നമുക്ക് എന്താ വെച്ചാൽ ഒരു കുട്ടികൾക്കാണെങ്കിൽ ഒരു 400 mcg വേണം. ഇനിയിപ്പോ നമ്മൾ റെറ്റിനോളിന്റെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഈ റെറ്റിനോളിന്റെ കണക്കിൽ വെച്ചിട്ട് ആദ്യം എന്താണ് ബീറ്റ കരോട്ടീൻ നോക്കിയപ്പോൾ 1:4 ആണ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1:4, അതായത് 600 ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് അവിടെ നമ്മൾ 6:4
24 എന്നുള്ള രീതിയിൽ 24 2400 mcg എന്നുള്ള രീതിയിലായിരുന്നു മുന്നേ പറയുന്നത്. പക്ഷെ ആ ഒരു കൺവേർഷൻ ഇപ്പൊ മാറ്റിയിട്ട്, അതായത് അത്ര പോരാ, ഇപ്പൊ ഒരു 600 mcg റെറ്റിനോൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ബീറ്റ കരോട്ടിനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു 4 വെച്ച് റേഷ്യോ വെച്ചിട്ട് പോരാ, 8 റേഷ്യോ വെച്ചിട്ട് വേണം എന്നുള്ളത് കൺവേർഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1.8 റേഷ്യോയിലാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അഡൽട്ടിൽ നമ്മൾ റെറ്റിനോൾ അല്ല, എന്താണ്, ബീറ്റ കരോട്ടിനാണ്, നമ്മൾ കരോട്ടിൻ എന്നുള്ള രീതിയിലാണ് ഫുഡ് എടുക്കുന്നത്. അതായത് പ്ലാന്റ് ഒറിജിൻ ആണ് ഫുഡ് കൂടുതലായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് 8 ഡബിൾ ആയിട്ട് വരണം. അപ്പോൾ പ്രഗ്നൻസിന്റെ കേസിലാവുമ്പോൾ എത്രയായി 6400 എന്നുള്ള രീതിയിലേക്ക് വന്നു, 8 ആ രീതിയിൽ വന്നു. പിന്നെ അങ്ങനെ എല്ലാം. അപ്പോൾ എന്താണ്, ഇവിടെ അഡൽട്ട് മാന് 600 എന്നുള്ളത് അതിന്റെ 8 ഡബിൾ ആയിട്ട് വേണം എന്ത് ബീറ്റ കരോട്ടിനാണ് എടുക്കണമെന്നില്ല. അപ്പൊ റെറ്റിനോളിന്റെ റേഷ്യോ ചേഞ്ച് ആക്കിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ 600 mcg ആണ് നമ്മളിവിടെ ഒരു ആവറേജ് പഠിച്ചു വെക്കണം. വൈറ്റമിൻ എ തന്നെയാണ് കൂടുതൽ ചോദിക്കാറുള്ളൂ. വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി എന്താ, വൈറ്റമിൻ എന്റെ മെയിൻ സോഴ്സ് എന്താ, ആ രീതിയിലാണ് കൂടുതൽ വൈറ്റമിൻ എ തന്നെയാണ് എപ്പോഴും കവർ ചെയ്ത് വരിക. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. വൈറ്റമിൻ എ 600 mcg ആണ് നോക്കുന്നത്. ഇനി ഇത് നമ്മൾ ഓരോന്നും എടുക്കുന്നിടത്ത് കറക്റ്റ് ആയിട്ട് പറയും. ഇപ്പൊ ഇവിടെ 900 ആണ് പറഞ്ഞത്, അപ്പോൾ 600 to 900 ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഓരോന്നിനും ഇല്ല നമ്മൾ ഇനി അവിടെ പറയാം. ഇനി വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് കിട്ടാന്നുള്ളത്. വൈറ്റമിൻ എ ഡെഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ സിംറ്റം, അതല്ലെങ്കിൽ ഏർലിയസ്റ്റ് സിംറ്റം ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. അപ്പൊ അത് പറയുന്നുണ്ട്, എന്താണ്, വൈറ്റമിൻ എ നമ്മൾ ശരിക്കും സ്ക്രീനിങ് ആയിട്ട് നടത്തും. സ്കൂളിലൊക്കെ കുട്ടികൾക്ക് എന്താണ് സ്ക്രീനിങ് ആയിട്ട് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ പാരന്റ്സിന് കൂടുതൽ കുട്ടി രാത്രി ഒരു റൂമിൽ നിന്ന് പുറത്ത് മറ്റേ റൂമിലേക്ക് പോകുന്ന സമയത്ത് ഒന്നും നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വീഴ്ച കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അവർ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ഏർലിയസ്റ്റ് സിംറ്റംസ് ആയിട്ട് പാരന്റ്സ് കുട്ടി പറയുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ എന്താണ് റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് പോകുമ്പോഴേക്ക് വെളിച്ചില്ല ഇരുട്ടത്തിലേക്ക് ഇരുട്ട് പോകാൻ അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഒന്നും എന്താണ് തീരെ, നമുക്കിപ്പോ ഒരു നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മള് ഇത് ഡ്രൈവും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ടല്ലോ, പക്ഷെ ഇവർക്ക് തീരെ പറ്റുന്നില്ല. അങ്ങനെയാണ് ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണെന്നുള്ളത് അറിയുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഏർലിയസ്റ്റ് സിംറ്റം. ഇവിടുന്നാണ് ഇത് നമ്മൾ വൈറ്റമിൻ എ ഡെഫിഷ്യന്റ് ആണോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ചും കൂടി ഫസ്റ്റ് ക്ലിനിക്കൽ സൈന്, ഇത് രണ്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരാം. ഏർലിയസ്റ്റ് സിംറ്റം എന്താ, ക്ലിനിക്കൽ സൈൻ എന്താ. ക്ലിനിക്കൽ സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫിസിഷ്യൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയത്. സിംറ്റം എപ്പോഴും പേഷ്യന്റ് പറയുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അയാൾക്ക് ഫീൽ ചെയ്യുന്നതാണ്, രാത്രി കണ്ണ് കാണുന്നില്ല, അതെന്താ അതിന് സിംറ്റാണ്. പിന്നെ ക്ലിനിക്കൽ സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫിസിഷ്യൻ അത് കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ ഡോക്ടർ കണ്ടുപിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരാൾ അതിനെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അതിന്റെ സൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതെന്തായിരിക്കും, സീറോ ഓഫ് താൽമിയ അല്ലെങ്കിൽ കൺജക്ടൈവൽ സിറോസിസ്. കണ്ണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാം. സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈനെസ് ആണ്. അപ്പൊ സീറോ ഓഫ് താൽമിയ എന്ന് പറഞ്ഞാൽ ഓഫ്താൽമിക്കിന്റെ ഭാഗങ്ങളൊക്കെ ഡ്രൈ ആവുക. കൺജക്ടൈവൽ സിറോസിസ്, കൺജക്ടൈവ ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് ഇവർക്ക് കണ്ണ് അടക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പൊ അവര് നമ്മളിപ്പോ ഈ ഡ്രൈ എന്താണ് കണ്ണ് ക്ലോസ് ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്നതൊക്കെ അതിന്റെ ഒരു ലൂബ്രിക്കേഷൻ ഫീലിംഗ് ഉണ്ട്. നമുക്കറിയാം അവിടുത്തെ ലിക്വിഡും കാര്യങ്ങളും ഇല്ലുകൊണ്ടാണ് ആക്റ്റീവ് സ്യൂമർ വിട്രിയസ് സ്യൂമർ ഒക്കെ പറയും. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഓപ്പണിങ്ങും ക്ലോസിങ്ങും പറ്റുന്നത്. ഇവിടെ എന്താ വെച്ചാൽ അവിടെയൊക്കെ സിറോസിസ് ആയി, അവിടെയൊക്കെ ഡ്രൈനെസ് ആയതുകൊണ്ട് ഇത് ക്ലോസിങ്ങും ഇതൊന്നും പറ്റില്ല. അപ്പൊ ഐ ഓപ്പൺ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, കൂടുതൽ ഇൻഫെക്ഷനും കാര്യങ്ങളും കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് സിറോസിസ് സംഭവിച്ചു. അപ്പൊ അതിനാ ഒരു എന്താണ് പിന്നെ പൊടിപടലങ്ങളും കാര്യങ്ങളൊക്കെ നിന്നിട്ട് അതിന്റെ ഒരു വിട്ടുവരും, കൺജക്റ്റൈവൻ അതിൽ നിന്ന് വിട്ടുവരും ചെയ്യും. ഇനി അതിന്റെ സെക്കൻഡ് നമുക്ക് ക്വസ്റ്റ്യൻ കൂടുതൽ വരുന്ന ഒറ്റ പോയിന്റ് ഉള്ളൂ, ബിറ്റോഡ് സ്പോട്ട് ഏത് ഡിസീസിലാണ് കാണുന്നത്, അല്ല ഏതിന്റെ ഡെഫിഷ്യൻസിയിലാണ് കാണുന്നത്. ബിറ്റോഡ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗണിഷ് ട്രയാങ്കുലർ റേസി ഫോമി പാച്ചസ് ഓൺ ദി വൈറ്റ് പോർഷൻ ഓഫ് ദി ഐ. നമ്മളെ ഐന്റെ ഒരു വൈറ്റ് പോർഷൻ, നമ്മളെ ഐന്റെ വൈറ്റ് പോർഷൻ അല്ലേ, ഈ വൈറ്റ് പോർഷനിൽ നമ്മളൊരു ഫോമി ആയിട്ടില്ല, ഒരു ട്രയാങ്കുലർ ആയിട്ട് കാണുന്ന ഒരു പാട പോലെ അങ്ങനെ കാണുന്ന ഒരു ടൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ബിറ്റോഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബിറ്റോഡ് സ്പോട്ടാണ് നമ്മൾ ഏതിലാണ് കാണുക, ഒറ്റ ക്വസ്റ്റ്യനുള്ളൂ. ബിറ്റോഡ് സ്പോട്ട് ഏത് ഡെഫിഷ്യൻസിയിലാണ് കാണുക, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. അപ്പൊ അത് സ്ഥിരമായിട്ടൊരു ക്വസ്റ്റ്യൻ കിട്ടുന്നത് തന്നെയാണ്, വൈറ്റമിൻ എ എന്നാണ് കൂടുതൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുള്ളൂ. പിന്നെ അതും കഴിഞ്ഞിട്ട് എന്തായിരിക്കും, കെരാറ്റോ മലേഷ്യ. കെരാറ്റോ മലേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെൻസിന്റെ പോർഷന് ഭയങ്കരമായിട്ട് സോഫ്റ്റനിങ് ആകാം. അപ്പൊ നമ്മൾ പറഞ്ഞു നൈറ്റ് ബ്ലൈൻഡ്നെസ് ആദ്യം വന്നു, അത് കഴിഞ്ഞിട്ട് സീറോ ഓഫ് താൽമിയ ഒരു ഡ്രൈനസ് വന്നു, അതും കഴിഞ്ഞിട്ട് ഒരു ബിറ്റോഡ് സ്പോട്ട് വന്നു, പിന്നെ അത് കെരാറ്റോ മലേഷ്യയിലേക്ക് എത്തി. കെരാറ്റോ മലേഷ്യ ആയപ്പോഴത്തേന് എന്തായി, ഫുള്ളായിട്ട്
അവിടെ ലൻസും കാര്യങ്ങളൊക്കെ സോഫ്റ്റ് ആയി, പിന്നെ കണ്ണിനും കാഴ്ചയും കാര്യങ്ങളൊക്കെ പോയിട്ടോ. പിന്നെ വൈറ്റമിൻ എ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? നമ്മളെല്ലാം ബോഡി നമ്മൾ എടുക്കുന്ന സമയത്ത് ലിവറിൽ കൊണ്ടുപോയിട്ടാണ് ഇത് ഓൾമോസ്റ്റ് എക്സസ് ആയിട്ടുള്ള വൈറ്റമിൻ എ ഒക്കെ തന്നെ ലിവറിൽ കൊണ്ടുപോയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രഗ്നന്റ് വുമണ് ലാസ്റ്റത്തെ ഒരു 100 ഡേയ്സിൽ, അപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 3 months ഈ വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഫുഡിനും കാര്യങ്ങളോട് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു വൈറ്റമിൻ എന്റെ സ്റ്റോറ് നല്ല അടിപൊളിയായിട്ട് സ്റ്റോർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് ഇൻഫാന്റിന് ഒരു 6 months വരെ അല്ലെങ്കിൽ ഒരു 9 months വരെ വൈറ്റമിൻ എന്റെ സ്റ്റോറിന് നല്ല ഗുഡായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻസിയുടെ ഒരു ലാസ്റ്റ് 3 months വൈറ്റമിൻ എ കൂടുതലായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സപ്ലിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ എടുക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വൈറ്റമിൻ എ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ എ ഫുഡ്, വൈറ്റമിൻ എ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ എന്താ വെച്ചാൽ കൂടുതലും ഇതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ കിട്ടുള്ളൂ. പിന്നെ വൈറ്റമിൻ ഡി ആണ് ഒന്നും കൂടി ചാൻസ് ഉള്ളത്. അപ്പൊ ഇതാണ് കൂടുതൽ വൈറ്റമിൻ എ തന്നെ കൂടുതൽ നോക്കി വെക്കുക. പിന്നെ വൈറ്റമിൻ എ നമ്മൾ പറഞ്ഞു സ്റ്റോർ ചെയ്യണത് നമ്മൾ തിന്നെടുത്തിട്ടുണ്ടെങ്കിലും ഒരു 6 to 9 months വരെ തന്നെ നമ്മുടെ ബോഡിക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ലിവറിൽ അറ്റ്ലീസ്റ്റ് ഒരു 9 months വരെ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു മദർ ഇപ്പൊ ഒരു ലാസ്റ്റ് 100 days വൈറ്റമിൻ എ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കുട്ടീൻ്റെ ഒരു 6 months 9 months ആവുന്ന സമയത്ത് വൈറ്റമിൻ എ അവിടെ സപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ അതോടെ കിട്ടിക്കൊണ്ടേ ഇരിക്കണ്ടേ, ഓൾറെഡി അതവിടെ സ്റ്റോർഡ് ആണ്. അപ്പൊ ഈ 9 months നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇമ്മ്യൂണൈസേഷനിൽ മീസിൽസിന്റെ കൂടെ വൈറ്റമിൻ എ കൊടുക്കുന്നത്. അപ്പൊ അത് കിട്ടിയില്ലേ? അതുകൊണ്ടാണ് ആ 9 month ഇമ്പോർട്ടന്റ് ആലോചിച്ച് വെക്കുക. വൈറ്റമിൻ എ നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്നത് മീസിൽസിന്റെ കൂടെയാണ് സപ്ലിമെന്റേഷന് ഫസ്റ്റ് ഡോസ് എടുക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ വൈറ്റമിൻ എന്റെ കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ മാസീവ് ഡോസ് ഓഫ് 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് വൈറ്റമിൻ എ റെറ്റിനോൾ പാമിറ്റേറ്റ് എന്നുള്ള ഫോമിലാണ് എടുക്കുന്നത്. എവറി 6 months ടു പ്രീ സ്കൂൾ ചിൽഡ്രൻ 1 to 6 years. പിന്നെ അതിന്റെ ഹാഫ് ഡോസ് 6 months മുതൽ 1 year വരെ കുട്ടികൾക്കാണെങ്കിൽ 1 lakh വരെ അതിന്റെ ഡോസ് പറയുന്നുണ്ട്. ആ രീതിയിലാണ് എടുക്കുന്നത്. നമ്മൾ പറയുന്നുണ്ട് ഇതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ 1970 ഒരു നാഷണൽ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം ആയിക്കൊണ്ട് പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ഈ ഒരു പ്രോഗ്രാമിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡോസ് ഓഫ് വൈറ്റമിൻ എ 1 lakh യൂണിറ്റ് ആണ് എടുക്കുന്നത്. എപ്പോഴാണ് എടുക്കേണ്ടത്? 9 months എടുക്കേണ്ടത്, അലോങ് വിത്ത് മീസിൽസ് വാക്സിനേഷൻ. നമ്മൾ വാക്സിനേഷൻ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ ഒരു ചാർട്ട് തന്നിട്ടുണ്ടായിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീസിൽസിന്റെ വാക്സിനേഷൻ എപ്പോഴാണ് എടുക്കുക? 9 months മീസിൽസിന്റെ വാക്സിനേഷൻ എടുക്കുക. അപ്പൊ ആ 9 months മീസിൽസിന്റെ കൂടെ തന്നെ നമ്മളൊരു വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ കൂടി കൊടുക്കും. സ്കിന്നിലല്ലേ മീസിൽസിന്റെ കൂടുതൽ സിംറ്റംസ് കാര്യങ്ങളും കിട്ടുക. അപ്പൊ സ്കിന്നിന് അതിന് വേണ്ടിയിട്ടാണ് അവിടെ വൈറ്റമിൻ എ സപ്ലിമെന്റേഷനും കൂടി കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ നമ്മളൊരു സെക്കൻഡ് ഡോസ് കൊടുക്കും. അത് ഈ സെക്കൻഡ് ഡോസ് ഈ ഫസ്റ്റ് ഡോസ് എപ്പോഴാണ് അത് കഴിഞ്ഞിട്ടൊരു 9 months കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഡോസ് കൊടുക്കുന്നത്. അപ്പൊ സെക്കൻഡ് ഡോസ് കൊടുക്കുമ്പോൾ എപ്പോഴും അതിന്റെ ഡോസ് എത്രയായി? 2 lakh ആയല്ലോ. കാരണം നമ്മളൊരു 1 year വരെയാണ് 1 lakh പറഞ്ഞത്, 1 year കഴിഞ്ഞല്ലോ അപ്പോഴേക്ക്. അപ്പോൾ സെക്കൻഡ് ഡോസ് ഒക്കെ എപ്പോഴും എത്രയാണ്? 2 lakh യൂണിറ്റ് ആയിട്ട് 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ് ആയിട്ടാണ് സെക്കൻഡ് ഡോസ് കൊടുക്കുന്നത്. അപ്പൊ അതൊരു 9 months കഴിഞ്ഞിട്ടൊരു 9 months കൂടി, ഫസ്റ്റത്തെ 9 months കൊടുത്തു, പിന്നെ ഒരു 9 months കൂടി കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ സെക്കൻഡ് ഡോസ് കൊടുത്തു. ഇനി നമുക്ക് സബ്സീക്വന്റ് ആയിട്ട് ഡോസ് കൊടുക്കണം. സബ്സീക്വന്റ് ഡോസ് ഒക്കെ എപ്പോഴും എത്ര പറയണത്? മാസീവ് സബ്സീക്വന്റ് ഡോസ് ഒക്കെ നമ്മൾ പറയുന്നത് 2 lakh തന്നെയാണ്. അപ്പൊ ഈ 2 lakh സബ്സീക്വന്റ് ഡോസ് കൊടുക്കുന്നതൊക്കെ 6 months ഇന്റർവെല്ലിൽ വെച്ചിട്ട് തന്നെയാണ്. ഈ 6 months ഇന്റർവെല്ലിൽ വെച്ചിട്ട് നമ്മളൊരു 5 years ഓഫ് ഏജ് ഗ്രൂപ്പ് വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ എ നമ്മുടെ ബോഡിയിൽ 6 months മുതൽ 9 months വരെ സ്റ്റോർ ചെയ്ത് നിൽക്കും. നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ഇന്ത്യയിൽ പുതിയ ഒരു റൂൾ വന്നതിൽ എന്താണ് 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ എ ആണ് കൊടുക്കാൻ പറഞ്ഞത്. അത് 9 months കൊടുക്കാൻ പറഞ്ഞത്. പിന്നെ അലോങ് വിത്ത് മീസിൽസ് വാക്സിനേഷൻ ആണ് കൊടുക്കുന്നത്. സെക്കൻഡ് ഡോസ് നമ്മൾ 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ് പിന്നെ കൊടുക്കും. അത് 9 months, പിന്നെ ഫസ്റ്റ് ഡോസ് കൊടുത്തിട്ട് 9 months കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കും. പിന്നെ സബ്സിക്വന്റ് ഡോസ് പിന്നെ എല്ലാം 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ് തന്നെയാണ്. അതൊക്കെ നമ്മൾ കൊടുക്കുന്നത് 5 years ഓഫ് ഏജ് ഗ്രൂപ്പ് വരെ. നമ്മൾക്ക് പിന്നെ പ്രീ സ്കൂൾ ചിൽഡ്രനിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് എവറി 6 months ഈ വൈറ്റമിൻ എന്റെ ഡോസ് കൊടുക്കുന്നത്.